السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، نسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഖുർആന് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെല്ലാം ഓർത്തിരിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, وَمَا اجْتَمَعَ قَوْمٌ فِي بَيْتٍ مِّن بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ وَيَتَدَارَسُونَهُ فِيمَا بَيْنَهُمْ. ഒരു കൂട്ടര്, ഒരു സമൂഹം, അവർ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയും എന്നിട്ട് അവർ പരസ്പരം പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇല്ല ഹഫത്ഹുമുൽ മലായിക, അവരെ മലക്കുകൾ എന്ത് ചെയ്യും? അവരെ പൊതിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ വലയം ചെയ്യും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു അവരെ സംബന്ധിച്ച് അവന്റെ അടുക്കലുള്ളവരോട് മേന്മ പറയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കുക എന്നുള്ള ഈ ഒരു വലിയ സൽക്കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു അമല് മഖ്ബൂലായിട്ടുള്ള അമലായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് സൂറത്തു ഖാഫാണ്. സൂറത്തു ഖാഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിന്റെ പ്രാധാന്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായിട്ട് പാരായണം ചെയ്യാറുണ്ടായിരുന്ന സൂറത്താണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മു ഹിഷാം ബിൻത് ഹാരിസ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹ അവർ പറയുന്ന ഹദീസാണ്, മാ ഹഫത്തു ഖാഫ് ഇല്ലാ മിൻ ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സൂറത്ത് ഖാഫ് മനപ്പാഠമാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് കേട്ടിട്ടാണ്, സ്ഥിരമായി കേട്ടിട്ടാണ് ഞാൻ മനപ്പാഠമാക്കിയിട്ടുള്ളത് എന്നാണ്. യഖ്തുബു ബിഹാ കുല്ല ജുമഅത്തിൻ, എല്ലാ ജുമഅകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു ഖാഫ് കൊണ്ടായിരുന്നു ഖുതുബ പറയാറുണ്ടായിരുന്നത്. ഷറഹ്, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഖുതുബകൾ എങ്ങനെയായിരുന്നു? സൂറത്തു ഖാഫ് ഉൾപ്പെടുത്തിയിട്ടായിരുന്നു എന്നുള്ളതാണ്. ഖാലത് വകാനത് നൂറുനാ വനൂറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹിദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഞങ്ങളുടെയും അടുപ്പ് ഒന്നായിരുന്നു എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് സൂറത്തു ഖാഫ് ജുമുഅ ഖുതുബയിൽ നിന്ന് കേട്ടിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? സൂറത്തു ഖാഫ് മനപ്പാഠമാക്കിയിട്ടുള്ളത് എന്നാണ്. കാരണം ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളാണ്. ഖുർആനിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. പിന്നീട് പ്രധാനമായിട്ടും ഈ സൂറത്തിൽ പരാമർശിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച്, ഖിയാമത്ത് നാൾ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്.
അതുപോലെ തന്നെ ഖിയാമത്തു സുഗ്റ, ചെറിയ ഖിയാമത്താകുന്ന ഒരു മനുഷ്യന്റെ മരണത്തെ സംബന്ധിച്ച്, ആ മരണത്തോടെ മുന്നോടിയായി നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ശേഷം നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് ഈ ഒരു സൂറത്ത് കൊണ്ട് ഖുതുബ നടത്താറുണ്ടായിരുന്നത്, ജുമുഅ ഖുതുബ നടത്താറുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫിൽ ഫജ്ർ ബിഖാഫ് വൽ ഖുർആനിൽ മജീദ്, സുബ്ഹ് നിസ്കാരത്തിൽ ഖാഫ് വൽ ഖുർആൻ മജീദ് കൊണ്ട് ഓതാറുണ്ടായിരുന്നു. وقوله في الفجر يعني صلاة الصبح لأنها التي يصليها في المسجد في الجماعة. അപ്പോൾ സുബ്ഹ് നിസ്കാരത്തിൽ ഖാഫ് വൽ ഖുർആൻ മജീദ് എന്ന ഈ സൂറത്ത് കൊണ്ട് ഓതാറുണ്ടായിരുന്നു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫജ്ർ ഓതാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, രണ്ട് ഈദ് ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്നത്, ഈദ് നിസ്കാരങ്ങളിൽ ഓതാറുണ്ടായിരുന്നത് ഖാഫും അതുപോലെ തന്നെ സൂറത്തുൽ ഖമർ ആയിരുന്നു എന്നുള്ളത് അബൂ വാഖിദ് അൽ-ലൈസി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ കൂടുതൽ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സൂറത്ത് ഓതാറുണ്ടായിരുന്നു. കാരണം എന്താണ്? ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, നമ്മുടെ മരണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അതുപോലുള്ള മഹ്ശറിൽ വെച്ച് നടക്കുന്ന സംഗതികളെ സംബന്ധിച്ചെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, ഇതിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളതാണെന്ത്, പല പണ്ഡിതന്മാരോടും ആളുകൾ ചോദിച്ചില്ല, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ നമുക്ക് രേഖപ്പെടുത്തി കിട്ടാതിരുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സഹാബത്ത് കൈമാറി തന്നിട്ടുണ്ട് അല്ലേ. എന്നാൽ ഖുതുബകൾ എന്താണ് നമുക്ക് അങ്ങനെ തന്നെ കൈമാറി വരാതിരുന്നത് എന്ന് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉലമാക്കൾ പറഞ്ഞ മറുപടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ എന്തായിരുന്നു? ഖുർആനായിരുന്നു എന്നുള്ളതാണ്. കൂടുതലായിട്ട് ഖുർആൻ പാരായണം ചെയ്യാനായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഖുതുബകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സൂറത്തു ഖാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായിട്ട് ഓതിയിട്ട് ഖുതുബ നിർവഹിക്കും. ചിലപ്പോൾ സൂറത്തു ഖാഫിന്റെ ചില ഭാഗങ്ങൾ ഓതിയിട്ടായിരിക്കും ഖുതുബ നിർവഹിക്കാറുണ്ടായിരുന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ എന്തിന്റെ ആവശ്യമില്ല, തഫ്സീർ വിശദീകരണം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? സഹാബത്ത് എന്ന് പറയുന്നത് അറബികളാണ്, എല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന അറബുൻ അഖഹാഹ്. അപ്പൊ അതുകൊണ്ട് നേരിട്ട് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ കാലത്തുള്ള ഖുതുബകളിൽ എത്രത്തോളം ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. കൂടുതലായിട്ടും വേണ്ടാത്ത സംസാരങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഖുതുബകൾ പോയി പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ തന്നെ എന്തായിരുന്നു, അതിന്റെ ബഹുഭൂരിപക്ഷവും ഖുർആൻ പാരായണം തന്നെയായിരുന്നു എന്നുള്ളതാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്, ഖുർആൻ പാരായണം ചെയ്തിട്ട് ജനങ്ങൾ എന്ത് ചെയ്യാണ്, ഉത്ബോധിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ സൂറത ഖാഫിൽ മജാമിഅൽ കബീറ കൽ ഈദ് വസ്സലാത്തിൽ ജുമുഅ. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയ സദസ്സുകളിൽ ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഈദ് ദിവസങ്ങളിൽ, ഈദ് നിസ്കാരങ്ങളിൽ, ജുമുഅ നിസ്കാരങ്ങളിൽ, ഫജ്ർ നിസ്കാരം ആ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും വലിയ എന്തായിരുന്നു, ആളുകൾ ഒരുമിച്ച് കൂടുന്ന നിസ്കാരമായിരുന്നു. ബാക്കി നിസ്കാരങ്ങളിലൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യും, അവരുടെ ജോലി സംബന്ധമായിട്ടും ഒക്കെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങളുണ്ട്. ലിസ്തിമാലിഹ അലൽ ഖൽഖ് വൽ ബഅസ് വൻ നുശൂർ വൽ ഹിസാബ്. ഇതാണ് ഖിയാമത്ത് അള്ളാഹിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചും ഹിസാബിനെ സംബന്ധിച്ചും എല്ലാം ഈ ഒരു സൂറത്തിൽ പരാമർശമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫവായിദിൽ ഈ ഒരു സൂറത്ത്, അതിന്റെ കിതാബുൽ ഫവായിദിൽ ആരംഭത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സൂറത്ത് എടുത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിലടങ്ങിയിട്ടുള്ള ഉള്ളടക്കങ്ങൾ അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്നതാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ
സൂറത്ത് ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാഫ് വൽ ഖുർആനിൽ മജീദ്. അപ്പോൾ ഈ ഒരു സൂറത്തിന്റെ പ്രത്യേകത എന്നുള്ളത് സൂറ മക്കിയ്യത്താണ്. മക്കയിൽ അവതരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹിജറക്ക് മുമ്പ് അവതരിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ ഒരു സൂറത്ത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള സൂറത്തുകളിലാണ് എന്തുള്ളത്, വിശ്വാസപരമായ കാര്യങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചും ഹിസാബിനെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കപ്പെടുന്നത് മക്കിയായ സൂറത്തുകളിലാണ് എന്നുള്ളതാണ്. ഈ ഒരു സൂറത്ത് മക്കിയത്താണെന്നുള്ള ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അത്തിയ പോലുള്ള ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഈ ഒരു സൂറത്ത് ആരംഭിക്കുന്നത് ഖാഫ് എന്നുള്ള ഒരു അക്ഷരം കൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്താണ് ഇങ്ങനെയുള്ള കുറെ സൂറത്തുകൾ ആരംഭിക്കുന്നത് അക്ഷരങ്ങൾ കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഏകദേശം 29 സൂറത്തുകളാണ് ഇങ്ങനെയുള്ള ഹുറൂഫുൻ മുഖത്തഅ, ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നത്. അലിഫ് ലാം മീം ഹാം മീം കാഫ് ഹാ യാ ഐൻ സാദ് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ ഏകദേശം 29 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. അപ്പൊ ഈ ഒരു സൂറത്ത് അതിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾക്ക് എന്താണ് അർത്ഥം എന്നുള്ളത് ഉലമാക്കൾ ധാരാളമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഏകദേശം 20-ലേറെ അഭിപ്രായങ്ങൾ എന്തുണ്ട് ഉലമാക്കൾക്കിടയിൽ തന്നെ ഈ അക്ഷരങ്ങളുടെ വിശദീകരണ കാര്യത്തിലുണ്ട്. രണ്ടായി ഈ ഒരു അഭിപ്രായങ്ങൾ നമുക്ക് തരംതിരിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ അഭിപ്രായം എന്താണ്, ഈ അക്ഷരങ്ങൾക്ക് മാനകൾ ഉണ്ട് എന്നുള്ളതാണ്. മാനകൾ ചില ഉലമാക്കൾ പറഞ്ഞു ഈ അക്ഷരങ്ങളുടെ അർത്ഥം സൂറത്തുകളുടെ നാമങ്ങളാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതല്ലെങ്കിൽ ചില ഉലമാക്കൾ പറഞ്ഞു അള്ളാഹുവിന്റെ നാമങ്ങളാണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഭിപ്രായം എന്താണ്, ഈ ഒരു അക്ഷരങ്ങൾക്ക് എന്തില്ല, അക്ഷരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അറബി അക്ഷരമാലയിലുള്ള അക്ഷരങ്ങളാണെന്ത് ഹുറൂഫുൽ ഹിജ അല്ലെ, അലിഫ് ബ ത സ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് എന്തില്ല, അതിന് സ്വന്തത്തിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. അതിന് അർത്ഥമില്ല. അത് അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാവുക, അർത്ഥം ഉണ്ടാവുക. അക്ഷരങ്ങൾ ഒറ്റക്ക് എന്തില്ല, അർത്ഥമില്ല. അതുകൊണ്ട് ഈ അക്ഷരങ്ങൾക്ക് എന്തില്ല, അർത്ഥമില്ല. മറിച്ചുകൊണ്ട് ഈ അക്ഷരങ്ങൾ കൊണ്ട് അള്ളാഹുവിന് പ്രത്യേകമായ ചില ഹിക്മത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞത്. പ്രത്യേകിച്ച് പിൽക്കാലക്കാരിലെ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം തർജീഹ് ചെയ്തത് ഇതാണ്, ഇത് ഹുറൂഫുൽ ഹിജ ആണ്, അതിന് അർത്ഥമില്ല. മറിച്ച് അതിനെന്തുണ്ട്, അതിന്റെ പുറകില് അള്ളാഹു ഈ സൂറത്തുകളുടെ ആരംഭത്തിൽ ഇത് കൊടുക്കാൻ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. അതെന്താണ്, ആ ഉദ്ദേശങ്ങളുടെ കാര്യത്തിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഏറ്റവും റാജിഹായിട്ടുള്ള, ഏറ്റവും മുൻതൂങ്ങുന്ന അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ്, അന്നഹ ഇശാറത്തുൻ ഇലാ ഇഅ്ജാസിൽ ഖുർആനിൽ കരീം. ഖുർആൻ മുഅ്ജിസത്താണ്, അള്ളാഹുവിന്റെ ആയത്താണെന്നുള്ളതിനെ അറിയിക്കുന്ന കാര്യമാണെന്നുള്ള ഈ സൂറത്തുകളുടെ ആരംഭത്തിൽ വന്നിട്ടുള്ള അക്ഷരങ്ങൾ. അള്ളാഹ് ഇങ്ങനെ അക്ഷരങ്ങൾ പരാമർശിക്കുകയാണ് ചെയ്യുന്നത്. മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ, അവരും ഏറ്റവും അധികം അറബി അറിയുന്ന ആളുകളാണ് അല്ലേ, അവരുടെ മുമ്പിൽ ഈ അക്ഷരങ്ങൾ വെക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന അക്ഷരങ്ങളാണ് ഇത്, ഇതുപോലുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്നുള്ളത് അവരെന്ത് ചെയ്യാണ്, അവരുടെ മുമ്പിൽ അള്ളാഹു എന്ത് ചെയ്യാണ്, ഒരു വെല്ലുവിളി അവരുടെ മുമ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ധാരാളം ഉലമാക്കൾ ഈ ഒരു അർത്ഥമാണ് ഈ അക്ഷരങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള കാര്യം. മാത്രമല്ല ഇബ്നു കസീർ റഹിമഹുല്ലാ പോലുള്ള ധാരാളം മുഫസ്സിരീങ്ങളും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു, وإليه ذهب الشيخ أبو العباس بن تيمية وشيخنا الحافظ المجتهد أبو الحجاج المزي. അപ്പോൾ ഇബ്നു തൈമിയ്യയും അതുപോലെ തന്നെ ഇമാം മിസ്സിയും പോലുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ അക്ഷരങ്ങൾ അതിന് നേരിട്ട് അർത്ഥമൊന്നുമില്ല, മറിച്ച് മുശ്രിക്കുകളുടെ മുമ്പിൽ അള്ളാഹ് ഈ അക്ഷരങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മുമ്പിൽ എന്തായിട്ട്, അവരുടെ മുമ്പിൽ ഒരു ഇജാസായിട്ട് ഈ അക്ഷരങ്ങൾ വെക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന അക്ഷരങ്ങൾ തന്നെയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ തന്നെയാണ്, നിങ്ങൾ സംസാരിക്കുന്ന ഈ അക്ഷരങ്ങൾ തന്നെയാണിത്.
അതുകൊണ്ട് ഇതുപോലുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്നുള്ള ഒരു ഇജാസാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അക്ഷരങ്ങൾ വെക്കുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇമാം ശൻഖീതി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആയത്തുകൾ, ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വന്നിട്ടുള്ള ഏകദേശം 29ഓളം ആയത്തുകളുണ്ട്, സൂറത്തുകളുണ്ട് എന്ന് പറഞ്ഞില്ലേ. ആ സൂറത്തുകളിലെല്ലാം തന്നെ ഈ അക്ഷരങ്ങൾ പറഞ്ഞതിന് ശേഷം ഖുർആനെ സംബന്ധിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. ഉദാഹരണമായിട്ട് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ്. അപ്പോ ഈ അക്ഷരങ്ങൾ, അറബികൾക്ക് അറിയുന്ന ഈ അക്ഷരങ്ങൾ അവരുടെ മുമ്പിൽ വെക്കാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് എന്ന് പറയാണ്. അതുപോലെ തന്നെ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ എടുത്തു നോക്കിയാൽ മതി. ഈ അക്ഷരങ്ങൾ പരാമർശിച്ചതിന് ശേഷം ഖുർആനെ സംബന്ധിച്ചായിരിക്കും എന്തുണ്ടാവുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഖാഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖാഫ് എന്നുള്ളതിന് അറബി ഭാഷയിൽ അതിനെന്തില്ല, നേരിട്ടൊരു അർത്ഥം ഇല്ലെങ്കിൽ പോലും അക്ഷരങ്ങൾക്ക് എന്തുണ്ട്, അത് അറിയിക്കുന്ന ചില ആശയ സൂചനകളുണ്ട് എന്നുള്ളതാണ് വെളിമക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 3 അക്ഷരങ്ങൾ ചേരുമ്പോഴാണ് ഒരു വാക്കുണ്ടാവുന്നത് അല്ലെ. അപ്പൊ 3 അക്ഷരങ്ങൾ, ഈ വാക്കിന്റെ അർത്ഥത്തിന് ഈ 3 അക്ഷരങ്ങളുടെ എന്തുണ്ടാകും, അതിന്റെ ഒരു ആശയം ഈ ഒരു ഒരു വാക്കിനുണ്ടാവും. അപ്പൊ 3 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു വാക്കുണ്ടാവുന്നെങ്കിൽ ആ 3 അക്ഷരങ്ങളുടെ ആശയം എന്തുണ്ടാവും, ആശയങ്ങള് ആ വാക്കിൽ, ആ അർത്ഥം ആ വാക്കിലുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഖാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഖാഫിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, ഖാഫ് എന്ന അക്ഷരങ്ങൾ വരുന്ന വാക്കുകളുടെ അർത്ഥഘടനയിൽ വരുന്നതാണ് ഇസ്സത്ത് എന്നുള്ളത്, പ്രതാപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മജ്ദ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിൽ വരുന്നതാണ്, ഖാഫിന്റെ ആശയത്തിൽ വരുന്നതാണെന്നുള്ളതാണ്. ഇപ്പോൾ ഖാഫ് വരുന്ന പദങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും മതി, അതിലെല്ലാം എന്തുണ്ടാകും, ഈ ആശയം വരുന്നുണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന ഇസ്സത്തും മുൽക്ക്, ആധിപത്യം, അതുപോലെ തന്നെ ഈ ഒരു ആശയമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ ഇനി പരാമർശിക്കാൻ പോകുന്ന വിഷയം എന്താണ്, ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളിൽ ഏറ്റവും വെളിപ്പെടുന്ന കാര്യം എന്താണ്, അള്ളാഹുവിന്റെ ആധിപത്യമാണ് അല്ലെ. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് ഒരാള് നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ അത്യധികം എന്ത് ചെയ്തിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഈ ഒരു ഖാഫില് ഇനി പറയാൻ പോകുന്ന ആശയവും എന്തിനെ കുറിച്ച് തന്നെയാണ്, അള്ളാഹിന്റെ ആധിപത്യത്തെ സംബന്ധിച്ച് തന്നെയാണ് ഇനി പറയാൻ പോകുന്ന ആശയങ്ങൾ. അതാണ് ഖിയാമത്ത് നാളിൽ വെളിപ്പെടുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രം ഇവിടെ വേറൊരു സംഗതി ഉണ്ട്. ഖാഫ് എന്ന് പറഞ്ഞാൽ ഒരു മലയാണെന്നുള്ള ഒരു ആശയം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ആശയമുണ്ട്, ഖാഫ് മല എന്ന് പറഞ്ഞത്. ഖാഫ് മല കണ്ട ഒരു കിളിന്നോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഖാഫ് മല എന്നുള്ളൊരു സംഗതി പരാമർശിക്കപ്പെട്ട ഒരു വിഷയമാണ്. ഭൂമിക്ക് ചുറ്റും വലയം ചെയ്തിട്ടുള്ള ഒരു മലയാണ് ഖാഫ് മല. അതാണ് ഈ ഖുർആന്റെ ആദ്യത്തിൽ പരാമർശിക്കപ്പെട്ട ഖാഫ് എന്നുള്ളത് തഫ്സീറുകളിൽ ചിലതിൽ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, وكأن هذا والله أعلم من خرافات بني إسرائيل. ബനു ഇസ്രായേലികളുടെ ഖുറാഫാത്തുകളിൽ പെട്ടതാണെന്ത്, ഖാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മലയാണെന്നുള്ള കാര്യം. ഭൂമിയെ മൊത്തം വലയം ചെയ്തിട്ടുള്ള ഒരു മലയാണ് ഖാഫ് മല എന്നുള്ളത്. ബനു ഇസ്രായേലികളുടെ ഖുറാഫാത്തുകളിൽപ്പെട്ടതാണ്. അല്ലത്തി അഖദഹ അൻഹും ബഅദുന്നാസ്, ജനങ്ങൾ ചിലർ അവരിൽ നിന്ന് എടുത്തതാണെന്നുള്ളതാണ്. മാത്രമല്ല ചില റിവായത്തുകൾ വന്നത് ഭൂമിയിലുള്ള മലകളെല്ലാം തന്നെ ഈ ഖാഫ് മലയുടെ വേരുകളാണെന്നുള്ളതാണ് വന്നിട്ടുള്ളത്, ചില റിവായത്തുകൾ വന്നിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു നാട് അതിൽ ഭൂകമ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ
കാഫ് മലയോട് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന പേരിൽ ഒരു ഇളക്കുണ്ടാക്കാൻ പറയും, അങ്ങനെ അവിടെ എന്തുണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ചില റിവായത്തുകൾ വന്ന് ഇതൊക്കെ എന്താണ് ബനു ഇസ്രായേലികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ചില ഖുറാഫാത്തുകളാണ് ആണ് എന്നുള്ളതാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്. വൽ ഖുർആനിൽ മജീദ്, ഇവിടെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ സംബന്ധിച്ച് ഖസം ചെയ്തിട്ട് സത്യം ചെയ്ത് പറയണത് ഖുർആനാണ് സത്യം, ഖുർആനാണ് സത്യം. അൽ മജീദ്, മജീദ് എന്ന് പറയുന്നത് എന്താണ്? അത് നേരത്തെ പറഞ്ഞ ഈ ഖാഫിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ എന്താ പറയാ, പ്രതാപത്തിന്റെ അങ്ങേയറ്റത്തിനാണ് എന്ത് പറയുന്നത്, മജ്ദ് എന്ന് പറയുന്നത്. അത് വളരെ അത്യധികം പവിത്രമായിട്ടുള്ള പ്രതാപിയായിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഈ ഒരു ആയത്തിൽ നിന്ന് വെളിവാക്കൾ വിശദീകരിച്ച് പറഞ്ഞത് എന്താണ്? ഖുർആൻ മജീദാണ്, അസീസാണ്, ഷരീഫാണ്, കരീമാണ് എന്നതുപോലെ തന്നെ ഖുർആൻ മുറുകെ പിടിക്കുന്ന ആളുകൾക്കും എന്തുണ്ടാകും, ആ ഒരു മാനികൾ അവരിലേക്ക് വരും എന്നുള്ളതാണ്. ഖുർആൻ ഒരാൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെയും അള്ളാഹു മജീദാക്കും എന്നുള്ളതാണ്. അള്ളാഹു അയാളെയും ഉയർത്തും, അയാൾക്കും പ്രതാപം നൽകും എന്നുള്ളതാണ്. ഒരു സമൂഹം ഈ ഖുർആൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, പ്രതാപം നൽകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്, ഇന്നല്ലാഹ ലയർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹ് ഈ ഗ്രന്ഥം കൊണ്ട് അള്ളാഹു ഒരുപാട് ആളുകൾ അള്ളാഹ് ഈ ഗ്രന്ഥം കൊണ്ട് എന്ത് ചെയ്യും, കാരണമായിട്ട് ഉയർത്തും. ചിലരെ അള്ളാഹു നിന്ദിക്കും, ഈ ഖുർആനെ തള്ളിക്കളഞ്ഞ ആളുകളെ എന്നുള്ളതാണ്. അപ്പോ ഖുർആനെ സംബന്ധിച്ച് തന്നെയാണ് ആദ്യത്തെ പരാമർശം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഖുർആനെ സത്യം ചെയ്തിട്ടാണ് പറയുന്നത്. ബൽ അജിബു അൻ ജാഅഹും മുൻദിറുൻ മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ഷൈഉൻ അജീബ്. ഇവിടെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവര് എന്ത് ചെയ്തു, അവര് ആശ്ചര്യത്തിലായി പോയിട്ടുണ്ട്. അൻ ജാഅഹും മുൻദിറുൻ മിൻഹും, അവരിൽ നിന്ന് തന്നെ ഒരു താക്കീതുകാരൻ വന്നു. ഫഖാലൽ കാഫിറൂന ഹാദാ ഷൈഉൻ അജീബ്, കാഫിറുകൾ പറഞ്ഞത് ഇത് വളരെ ആശ്ചര്യമായിട്ടുള്ള കാര്യം തന്നെ, മനുഷ്യരിൽ നിന്ന് തന്നെ, നമ്മളിൽ നിന്ന് തന്നെയുള്ള ഒരു താക്കീതുകാരനാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ ഇവിടെയും എന്തുണ്ട്, ഈ ഒരു ആയത്തിൽ പരാമർശിച്ചത് എന്താണ്, മുൻസിർ എന്നാണ് പരാമർശിച്ചത്. കാരണം ഇനി പറയാൻ പോകുന്നത് എന്താണ്, താക്കീതാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ച്, അവിടെ നടക്കുന്ന ശിക്ഷകളെ സംബന്ധിച്ചും ഒക്കെയാണ് പരാമർശിക്കപ്പെടാൻ പോകുന്നത്. അവിടെ എന്താണ് ഉള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീതുകാരനായിട്ടുള്ളത്. ഇവിടെ അപ്പോ മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആശ്ചര്യത്തിലായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ. അവരിൽ തന്നെയുള്ള ഒരാൾ തന്നെയാണ്, അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അള്ളാഹുവിന്റെ ദൂതനായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് അപ്പൊ ഇവിടെ ഒന്നാമതായിട്ട് ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞു. രണ്ടാമതായിട്ട് ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു. ജനങ്ങള് മുശ്രിക്കീങ്ങൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആശ്ചര്യത്തിലായിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജ്ഉൻ ബഈദ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് മണ്ണായി തീരുകയും ചെയ്തതിനു ശേഷം എന്നിട്ട് വീണ്ടും തിരിച്ചു വരികയോ, വീണ്ടും എന്താണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ എന്നാണ് ചോദിക്കുന്നത്. ആര്? മക്കയിലെ മുശ്രിക്കുകൾ ചോദിക്കുകയാണ്. അയ്യഖൂലൂന ഇദാ മിത്നാ വബലൈനാ വതഖത്തഅത് അൽഔസാൽ മിന്നാ വസർനാ തുറാബൻ കൈഫ യുംകിനു الرجوع بعد ذلك الى هذه البنيه والتركيب. അപ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞ് മണ്ണോട് ഇങ്ങ് ചേർന്ന് പോകണല്ലേ, നമ്മൾ ആ തരത്തിലുള്ള പ്രാണികളും അതുപോലെ തന്നെ സംഗതികളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് നമ്മൾ അങ്ങ് എന്ത് ചെയ്യും, മണ്ണോട് ചേർന്ന് പോകും. നമ്മുടെ പേശികളും അതുപോലെ തന്നെ മാംസങ്ങളൊക്കെ എന്ത് ചെയ്യും, മണ്ണോട് അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തെ തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറൊരു ശരീരം അള്ളാഹ് ഉണ്ടാക്കല്ല ചെയ്യുന്നത്. നമ്മളിന്ന് ജീവിച്ചിരിപ്പുള്ള നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റജ ആണുള്ളത്, അല്ലാതെ എന്തല്ല വീണ്ടും ഒരു ഇബ്തിദ അല്ല, വീണ്ടും അള്ളാഹ് പുനഃസൃഷ്ടിപ്പ് നടത്തല്ല ചെയ്യുന്നത്. അപ്പൊ അതിലാണ് അവർക്ക് എന്തുള്ളത്, അത്ഭുതമുള്ളത്. അല്ലാണ്ട് അവർക്ക് ഒരു അത്ഭുതമില്ല. അവർക്ക് അറിയാവുന്നതാണ് നമ്മളൊക്കെ സൃഷ്ടിച്ചത് ആരാണ്, അള്ളാഹ് തന്നെയാണ് സൃഷ്ടിച്ചത്. അള്ളാഹ്ക്ക് പിന്നെയും സൃഷ്ടിക്കുന്നതിൽ ഒരു എന്തില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുള്ളത് അവർക്ക് അറിയുന്ന സംഗതി തന്നെയാണ്. ഇപ്പൊ മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ചിട്ടുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് എന്താണ്, നമ്മെ തന്നെ, ഈ ഒരു ശരീരത്തെ തന്നെ അള്ളാഹു എന്താണ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു തിരിച്ചു വരവ് എന്താണ്, വളരെ വിദൂരമായിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. ഈ ഒരു ആശയത്തിൽ തന്നെ ധാരാളം ആയത്തുകൾ വന്നിട്ടുണ്ട്. ഖാലു അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ ഇന്നാ ലമബ്ഉസൂൻ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ ഇന്നാ ലമബ്ഉസൂൻ. ഇങ്ങനെയുള്ള ധാരാളം ആയത്തുകൾ ഈ ആശയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വതഅമ്മൽ, നമ്മൾ ചിന്തിക്കുക, കൈഫ ദല്ലത്തി സൂറത്തു സരീഹൻ അന്ന അല്ലാഹു സുബ്ഹാനഹു യുഈദു ഹാദൽ ജസദ ബിഐനിഹി. നമ്മൾ ഇന്നുള്ള ഈ ഒരു ശരീരത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹ് പുനർജീവിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെ തിരിച്ചു കൊണ്ടുവരാണ് ചെയ്യുന്നത്. അല്ലദീ അതാഅ വഅസാ, നമ്മൾ ഈ ഒരു ശരീരം കൊണ്ടാണ് അള്ളാഹുവിനെ എന്ത് ചെയ്തിട്ടുള്ളത്, അനുസരിച്ചവർ അനുസരിച്ചുള്ളത്, ധിക്കരിച്ചവർ ധിക്കരിച്ചിട്ടുള്ളത്. ഫയുനഇമുഹു വയുഅസിബുഹു കമാ യുനഇമു അർറൂഹ അല്ലതി ആമനത് ബിഐനിഹാ വയുഅസിബു അല്ലതി കഫറത് ബിഐനിഹാ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയും രക്ഷയും നൽകുന്നത് നമ്മുടെ ഈ ഒരു ശരീരത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് ഖബറിലെ ശിക്ഷ ഉണ്ട് എന്ന് പറയുന്നു അല്ലെ, ഖബറിലെ ശിക്ഷ ഉള്ളത് എന്തിനാണ്, നമ്മുടെ ഈ ശരീരത്തിൽ തന്നെയാണ് ശിക്ഷ ലഭിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തെയൊക്കെ അതിൽ നിന്ന് കാക്കുമാറാകട്ടെ. അപ്പോ ഇത് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിക്ക് മുൻഗണന കൊടുക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവർ പറയുന്നത് എന്താണ്, ശരീരം ഖബറിൽ അലിഞ്ഞു പോയതിനു ശേഷം പിന്നെ എങ്ങനെയാണ് അതിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അല്ലെ. അവർ പറയുന്നത് ശിക്ഷ ലഭിക്കുന്നത് റൂഹിനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഏതുപോലെ തന്നെ ഉണ്ട്, മക്കയിലെ മുശ്രിക്കുകള് ബഅസിനെ നിഷേധിച്ചതുപോലെ തന്നെയാണ് ഇന്ന് ബുദ്ധിക്ക് മുൻഗണന കൊടുക്കുന്ന ആളുകൾ ഖബറിൽ എന്ത് ചെയ്യുന്നത്, ശരീരത്തിന് ശിക്ഷ ലഭിക്കും എന്നുള്ളതിനെ നിഷേധിക്കുന്നത്. സെയിം എന്ത് തന്നെയാണ്, ലോജിക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോ ഇതേ ആശയത്തെ, ഇതേ ശരീരം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഹുവ അല്ലദീ യബ്ദഉൽ ഖൽഖ ثم يعيده وهو أهون عليه. അല്ലാഹു സൃഷ്ടിപ്പ നമ്മെ എന്ത് ചെയ്യുന്നു, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് കൊണ്ടുവരുന്നു. ثم يعيده, എന്നിട്ട് മരിപ്പിച്ചതിന് ശേഷം ആ ശരീരത്തെ തന്നെ എന്ത് ചെയ്യാണ്, തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വീണ്ടും എന്തെല്ലാം ഒരു വേറെ സൃഷ്ടി നമ്മുടെ പോലെ തന്നെ പുതിയൊരു സൃഷ്ടി ഉണ്ടാക്കല്ലേ ചെയ്യുന്നത്. വഹുവ അഹ്വന അലൈഹി, അത് അല്ലാഹുവിന് കൂടുതൽ ഈസിയാണെന്നാണ് പറയുന്നത്. ആദ്യം അള്ളാഹ് സൃഷ്ടിച്ച അതേ ശരീരത്തെ തന്നെ, അതേ സൃഷ്ടിയെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത്. ഹദീസിൽ വന്നു, ലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ആദതിഹി. ഒന്നാമത്തെ സൃഷ്ടിപ്പ് അതിലേറെ അള്ളാഹുവിന് എളുപ്പമാണ് എന്തുള്ളത്, ഇതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്, മരിപ്പിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോ തിരിച്ചു വരുന്നതിനേക്കാളും അള്ളാഹുവിനെ സംബന്ധിച്ച് ഈസി അല്ല എന്ത്, ഇല്ലായ്മ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അതാണ് ഖുദ്സിയായ ഹദീസിൽ വന്നത്. മാത്രമല്ല മറ്റൊരു ആയത്തിൽ വന്നു, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു. ഇവിടെ നോക്കൂ, നുഈദുഹു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിനെ തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എത്ര ആയത്തുകളിലാണ് ഈ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്,
قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഭൂമി എന്താണോ കുറച്ച് കളഞ്ഞത് അതിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. നമ്മുടെ ശരീരം ഭൂമിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ചില വർഷങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? ഓരോന്ന് എന്ത് ചെയ്യുന്നത്? അലിഞ്ഞ് ഇങ്ങനെ ഇല്ലാണ്ടായി പോകുന്നത്. പിന്നെ അവസാനം നമ്മുടെ എല്ലുകൾ പോലും എന്ത് ചെയ്യും? ഭൂമി തിന്നുകളയും. അവസാനം ബാക്കിയാകുന്നത് എന്താണ്? നട്ടെല്ലിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള ആ ഒരു ഭാഗം മാത്രമാണ് ബാക്കിയാകുന്നത് എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, മതൻഖുസുൽ അർദു മിൻഹും, നമ്മുടെ ശരീരത്തെ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഈ ഭൂമി ഇങ്ങനെ തിന്ന് ഇതാക്കും. അതെല്ലാം ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം ഏതൊക്കെയാണ് തിന്നിട്ടുള്ളത് എന്നുള്ളത്. വഇൻദനാ കിതാബുൻ ഹഫീസ്, വളരെ സുരക്ഷിതമായിട്ടുള്ള ഗ്രന്ഥം നമ്മുടെ അടുക്കലുണ്ട് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണെന്ത്? ലൗഹുൽ മഹ്ഫൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെ പോയിട്ടുണ്ട് മരണശേഷം, ഖബറിൽ വെച്ചതിന് ശേഷം എന്നുള്ളത് അള്ളാഹിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അന്നഹു സുബ്ഹാനഹു യുമയ്യിസു തിൽക്കൽ അജ്സാ അല്ലതി ഇഖ്തലതത് ബിൽ അർദ് വസ്തഹാലത് ഇല അനാസിർ ലഹൈസു ലാ തതമയ്യസ് فأخبر سبحانه أنه قد علم ما تنقصه الأرض من لحومهم وعظامهم وأشعارهم وأنه كما هو عالم بتلك الأجزاء وهو قادر على تحصيلها وجمعها بعد تفرقها وتأليفها خلقا جديدا. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബറിൽ വെച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചായിട്ട് തിന്നതിനെ സംബന്ധിച്ച് അതെല്ലാം അള്ളാഹ്ക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാംസത്തിൽ നിന്ന്, നമ്മുടെ എല്ലുകളിൽ നിന്ന്, നമ്മുടെ മുടിയിൽ നിന്ന്, പല്ലിൽ നിന്ന്, നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഭൂമി എടുത്തിട്ടുണ്ട്. അതൊക്കെ അള്ളാഹ്ക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്. അപ്പൊ അള്ളാഹുവിന് അത് വ്യക്തമായി അറിയുന്നത് പോലെ തന്നെ അള്ളാഹുവിന് കഴിവുണ്ട് അതെന്ത് ചെയ്യാൻ? തിരിച്ചു പിടിക്കാൻ, അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇന്നത്തെ ഒരു ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യാണ്? തിരിച്ചെന്ത് ചെയ്യാണ്? റീവൈൻഡ് അടിക്കുന്ന സമയത്ത് അതെല്ലാം തിരിച്ചു വരുന്നത് പോലെ നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഇങ്ങനെ ഭൂമിയിൽ എന്താണ് എല്ലാം ഇങ്ങനെ വർഷങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നുരുമ്പി പോയത് എന്ത് ചെയ്യണം? അള്ളാഹ് തീർത്തും എന്ത് ചെയ്യണം? തിരിച്ചിങ്ങനെ കൊണ്ടുവരും. നമ്മുടെ അതേ ശരീരത്തെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. وعندنا كتاب حفيظ حافظ لذلك فالعلم شامل والكتاب أيضا فيه كل الأشياء مضبوطة. അള്ളാഹുവിന്റെ അറിവ് എന്നുള്ളത് എല്ലാത്തിനെയും വലയം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ ഇതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കുക, മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് നിരാകരിച്ചിട്ടുള്ളത്? അവർ നിഷേധിച്ചിട്ടുള്ള ഒരു കാര്യമാണത് ഉയർത്തെഴുന്നേൽപ്പ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല? അംഗീകരിച്ചിട്ടില്ല. അവർ നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. ബഅസിനെ അവർ നിഷേധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് വന്ന് പറയാണ് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് എന്ത് ചെയ്യാണ്? ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ മലക്ക് വരികയും എന്നിട്ട് അവിടെ നടക്കുന്ന സംഗതികളും, അതുപോലെ തന്നെ മഹ്ശറിൽ വെച്ച് നടക്കുന്ന സംഗതികൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം തന്നെ എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ജനങ്ങളോട് പറയണം. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇത് അറിഞ്ഞുകൂടാത്തൊരു വിഷയമാണ്. അവരെന്ത് ചെയ്യാണ്? അങ്ങേറ്റത്തെ ആശ്ചര്യത്തിലായി പോവുകയാണ്, അങ്കലാപ്പിലായി പോയി എന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബൽ അജിബു. അതുപോലെ തന്നെ ഫഹും ഫീ അംരി മരീജ് എന്നുള്ളതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അങ്ങേയറ്റത്തെ ആശയക്കുഴപ്പത്തിലായിപ്പോയി എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പലരും പല അഭിപ്രായം പറയാൻ തുടങ്ങി. എന്താണ് ഇതിന്റെ മുമ്പിൽ? ഇവിടെ മനുഷ്യന്മാരുടെ ബുദ്ധിക്ക് ചിന്തിച്ച് കണ്ടെത്താൻ പറ്റുന്നതിന് എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഗ്രീക്കിലെ ഫിലോസഫർമാർ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാണ്? ചിന്തകളിൽ മുഴുകിയ ആളുകളായിരുന്നു. അവർ ബുദ്ധിപരമായ ചിന്തകളിലും ചർച്ചകളിലും മുഴുവൻ സമയം വിനിയോഗിച്ച ആളുകളായിരുന്നു അവർ. അവർക്ക് ഏറ്റവും അവസാനം കണ്ടെത്താൻ പറ്റിയ ഒറ്റൊരു കാര്യം എന്താണത്?
ദൈവം ഉണ്ട് എന്നുള്ള ഒറ്റ കാര്യമാണ് അവർ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ എങ്ങനെയാണ്, മറ്റ് വിഷയങ്ങളൊന്നും അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ സംബന്ധിച്ച് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള എന്താണ്, വളരെ വൈരുദ്ധ്യപരമായിട്ടുള്ള ആശയങ്ങളാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്, ഫിലോസഫർമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരുടെ ചിന്തകളുടെയും അവരുടെ പഠനങ്ങളുടെ ഒക്കെ അവസാനം അവർക്ക് എത്തപ്പെടാൻ പറ്റിയത് എന്തുമാത്രമാണ്, അള്ള ഉണ്ട് എന്നുള്ള ഒരു ആശയം മാത്രം. ആ അള്ളാഹിന്റെ സിഫത്ത് എങ്ങനെയാണെന്നുള്ളതോ, ഇനി അത് അള്ള എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, അള്ള എന്തൊക്കെ വെറുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് പറയാൻ സാധിക്കുന്ന കാര്യമല്ല. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ സാധിക്കുന്ന കാര്യമാണ്, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ സാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, വ്യക്തമായിട്ട് അവരുടെ ബുദ്ധിക്കും എന്തെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 7 രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ് ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് അതിനുള്ള പരാമർശം വരുന്നുണ്ട്. അപ്പൊ ബൽ കസ്സബു ബിൽ ഹഖ് ലമ്മാ ജാഅഹും ഫഹും ഫീ അംരിൻ മരീജ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ അവര് വളരെ ആശയക്കുഴപ്പത്തിലായി പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത് ഇന്നകും ലഫീ ഖൗലിൻ മുഖ്തലിഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഇത്രയും പറഞ്ഞ ആയത്തുകളിൽ നിന്നുള്ള ഫവായിദുകൾ എന്താണ്? ഒന്നാമതായിട്ട് ഖുർആനിന്റെ അളമത്താണ്, അതിന്റെ മഹത്വം, ഖുർആന്റെ അജാസാണ്. ഈ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ ഹർഫുകൾ ഖാഫ്, അലിഫ്, ലാം, മീം, സാദ് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ, അതുകൊണ്ട് അമ്മാനമാടുന്ന ആളുകളാണ് ആര്? മക്കയിലെ മുശ്രിക്കുകൾ. ഇവിടെ ഇബ്നുൽ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയാണ്, ഓരോ സമുദായങ്ങൾക്കും ലേക്ക് വന്നിട്ടുള്ള മുർസലീങ്ങൾ എന്ന് പറയുന്നത് ആ സമുദായങ്ങൾ ഏത് വിഷയത്തിലാണോ എന്ത് ചെയ്തിട്ടുള്ളത്, കഴിവ് തെളിയിച്ചിട്ടുള്ളത്, അവരുടെ ഏറ്റവും മേന്മ നടിക്കുന്ന വിഷയം എന്താണോ ആ വിഷയത്തിൽ അവരെ അശക്തരാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുക, മുർസലീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായിട്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ടിട്ടുള്ള സമുദായം എന്ന് പറയുന്നത് സിഹറിന്റെ കാര്യത്തിൽ എന്താണ്, വളരെയധികം മേന്മ നടിക്കുന്ന, അതിൽ കഴിവ് തെളിയിച്ച ആളുകളാണ്. ആ സാഹചര്യങ്ങളുടെ അടുത്താണ് എന്ത് ചെയ്യുന്നത്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമെ അള്ളാഹു ഒരു വടിയും കൊണ്ട് എന്ത് ചെയ്യുന്നത്, അയക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നത്, നിഷ്പ്രഭമാക്കി കളയുന്നു. എന്നിട്ട് അവർ തന്നെ എന്ത് ചെയ്യാണ്, ആ സാഹചര്യങ്ങൾ തന്നെ ഇസ്ലാമിലേക്ക് ആ നിമിഷം കടന്നു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒരു സമൂഹം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിൽ വളരെയധികം മുൻപന്തി എത്തിയ ആളുകളാണ്. അതിൽ മേന്മ നടിക്കുന്ന അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തി ആരായിരിക്കും, ഏറ്റവും നല്ല വിശുദ്ധരനായിട്ടുള്ള വ്യക്തി, ഏറ്റവും നല്ല ചികിത്സ അറിയുന്ന വ്യക്തി എന്നുള്ള. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ അലൈഹിസ്സലാമിനെ നിയമിക്കുന്നത് യുബ്രിഉൽ അബ്റസ് വൽ അക്മഹ്, ഇങ്ങനെയുള്ള വെള്ളപ്പാണ്ടുകൾ, അതുപോലെ തന്നെ കാഴ്ചയില്ലായ്മയും ഒക്കെ എന്ത് ചെയ്യാണ്, അള്ളാഹുവിന്റെ ഇതിനോടുകൂടി അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അന്ത വിട്ടുപോയി അവരെ സംബന്ധിച്ചിടത്തോളം അല്ലേ. അതുപോലെ തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. അതറിയുന്ന ഒരു എന്തുണ്ടാവില്ല, ഒരു ചികിത്സ അറിയുന്ന ഒരാളുണ്ടാവില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ വരുന്നത് എങ്ങനെയാണ്, ആ അറബികൾ എന്ന് പറയുന്നത് അവരുടെ കാര്യം എന്ന് പറയുന്നത് അവരെ ഏറ്റവും അവരിലുള്ള കഴിവ് എന്നുള്ളത് ഭാഷയിലുള്ള കഴിവാണ്. ആ ഒരു കാര്യം അറബികളുടെ ചരിത്രം പഠിച്ചാൽ തന്നെ മനസ്സിലാക്കും. ജാഹിലി ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട്, കവിതകൾ കൊണ്ടും ഒക്കെ ഭാഷകൾ കൊണ്ടുള്ള അവരുടെ അമ്മാനമാടുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള അവരുടെ കഴിവ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു കവിയിൽ നിന്ന് ഒരു കവിത പറഞ്ഞു കിട്ടിയാൽ മതി, ഒരാളെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന ഒരു കവിത പറഞ്ഞു കിട്ടിയാൽ അയാളുടെ കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അയാൾ ഏറ്റവും വലിയ എന്താകും, സമ്പത്തുള്ള ആളായി തീരും, പ്രതാപമുള്ള ആളായി തീരും. ഒരു കവി ഒരാളെ കുറിച്ച് പുകഴ്ത്തി ഒരു കവിത പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു സമൂഹമായിരുന്നു എന്തുള്ളത്, മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറയുന്നത്. അവർക്ക് മനഃപ്പാഠമാക്കാനുള്ള കഴിവും അത്രയും അധികമാണ്. ഭാഷയിലുള്ള അത് ഏറ്റവും വ്യക്തമായ രൂപത്തിൽ ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അള്ളാഹുവിന്റെ കലാമുമായിട്ട് വരുന്നത്. ആ അള്ളാഹുവിന്റെ കലാം എന്നുള്ളത് അതുപോലെ ആർക്കും എന്ത് ചെയ്യില്ല, പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആൻ കേട്ട ഉടനെ എന്ത് ചെയ്യാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭാഷയിലും ഇതിലൊക്കെ ഏറ്റവും പണ്ഡിതന്മാരായ ആളുകൾ, ഏറ്റവും കവിത അറിയുന്ന ആളുകൾ ഈ ഖുർആൻ കേട്ട ഉടനെ എന്ത് ചെയ്യാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹിന്റെ വായു മൂടുകയാണ് ചെയ്യുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? കാരണം ആ ഇജാസ്, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഇജാസ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്? പലപ്പോഴും നമ്മൾ ഈ ഭാഷ നമുക്കറിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഭാഷാപരമായ ഇജാസ് മാത്രമല്ല കേട്ടോ ഖുർആനിലുള്ളത്. ഖുർആൻ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലുള്ള ഇജാസും എന്തുണ്ട്, ഖുർആനിലുണ്ട്. നമ്മൾ ഒരൊറ്റ ഒരു വിഷയം നോക്കിയാൽ മതി, എന്ത് കർമ്മശാസ്ത്രപരമായിട്ട് നിയമപരമായിട്ടുള്ള ഇജാസ് നോക്കുകയാണെങ്കിൽ ഖുർആൻ ഇന്നും നമ്മുടെ മുമ്പിൽ എന്താ പറയാ അത്ഭുതമാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാല് ഇന്ന് ലോകത്ത് എന്തുണ്ട്, ഭരണഘടനകളും അതുപോലെ തന്നെ ആദ്യപരമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലേ, അതിനൊക്കെ മുമ്പിൽ ഈ ഒരു ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യരാശിയെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിധികൾ എന്തുണ്ട്, ഈ ഖുർആനിന്റെ ഏറ്റവും ഭദ്രമായ രൂപത്തിൽ. അതിനെ സംബന്ധിച്ച് ഓരോന്നിനെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ എന്തുണ്ടാകും, ഒരുപാട് സമയമെടുക്കുന്നതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ഇജാസാണ് ഒന്നാമതായി പറയുന്നത് ഖാഫ്. അതുപോലെ തന്നെ ഖുർആന്റെ അളമത്താണ് പറയുന്നത് മജീദാണ്. ഈ ഖുർആൻ സ്വീകരിക്കുന്ന വ്യക്തികൾ, സമുദായങ്ങൾ, അവർക്ക് എന്തുണ്ട്, അല്ലാഹ് ഇസ്സത്തും മജ്ദും ഷറഫും എല്ലാം നൽകും എന്നുള്ളതാണ്. അപ്പോ മാത്രമല്ല മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് മനുഷ്യരിൽ നിന്ന് തന്നെയാണെന്നുള്ളത്, അല്ലെ? അതാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ആശ്ചര്യത്തിലായിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബഅസിനെ നിഷേധിക്കുന്ന ആളുകൾ, മക്കയിലെ മുശ്രിക്കുകൾ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ വിധി എന്താണ്, ബഅസിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവർ കാഫിറുകളാണെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സഅമല്ലദീന കഫറു അല്ലൻ യുബ്അസു ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന ثم لتنبؤن بما عملتم وذلك على الله يسير. കാഫിറുകൾ വാദിച്ചതാണെന്ത്, അല്ലൻ യുബ്അസു, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്നുള്ളത്. അത് തന്നെ എന്താണ്, ഏറ്റവും വലിയ കുഫറാണ്. അപ്പോ ബഅസിലുള്ള ഈമാൻ എന്ന് പറയുന്നത് ഈമാനിന്റെ അർക്കാനുകളിൽപ്പെട്ടതാണെന്ത്, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ വരുന്നതാണെന്ത്, അൽ ഈമാനു ബിൽ ബഅസ് എന്നുള്ളത്, ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ചാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിന്റെ ഇൽമ് എല്ലാത്തിനെയും വലയം ചെയ്യുന്നതാണ്, അല്ലെ? അതാണ് പറഞ്ഞിട്ടുള്ളത്, ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീസ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് മണ്ണ് എന്തൊക്കെ എടുത്തിട്ടുണ്ടോ, മണ്ണോ മണ്ണല്ലാത്തതോ എന്തെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, തിന്നു കളഞ്ഞിട്ടുണ്ടോ, അതിനെ സംബന്ധിച്ച് എല്ലാം അള്ളാഹുവിന് അറിയാം എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇനി ഈ ബഅസിന്റെ തെളിവുകളാണ്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, മനുഷ്യരെ ഒരുമിച്ച് കൂട്ടും, ഈ ഒരു മരണത്തിന് ശേഷം വീണ്ടും ജീവിതമുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി പറയാൻ പോകുന്നത്. അഫലം യൻദുറു ഇല السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. അപ്പോൾ നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കാനാണ് പറയുന്നത്. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാണ്, ഇഅ്തിബാർ ചെയ്യാനാണ് പറയുന്നത്. അഫലം യൻദുറു ഇല السماء فوقهم كيف بنيناها وزيناها. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തെ എങ്ങനെയാണ് പടച്ചിട്ടുള്ളതെന്നും അതിനെ ഇത്രയും മേൽ ഭംഗിയാക്കിയിട്ടുള്ളത് എന്നുള്ളതും അവർ നോക്കുന്നില്ലേ. വമാ ലഹാ മിൻ ഫുറൂജ്, ആ ആകാശത്തിൽ എന്തില്ല, യാതൊരു വിടവുകളുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് മറ്റ് സൂറത്തുകളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോ നമ്മളാണോ, ഈ ആകാശമാണോ ഏറ്റവും വലുത്? ഈ ആകാശം ഇത്ര എന്താ പറയാ സങ്കീർണമായി ഈ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇത്ര എന്താണ് അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മൾ സൃഷ്ടിക്കാന്ന് പറയുന്നത് വളരെ എന്താണ് നിസാരമായിട്ടുള്ള കാര്യമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ റഫഅ ശംകഹാ ഫസവ്വാഹാ. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റ് സൂറത്തുകളിൽ ചോദിക്കുന്നുണ്ട് അല്ലേ, വഇല സമാഇ കൈഫ റുഫഅത്. ഇതും ജുമുഅയിൽ ഓതുന്ന സൂറത്തുകളാണെന്ന്, സൂറത്തു അൽ ആല, അതുപോലെ തന്നെ സൂറത്തു അൽ ഗാഷിയ. ആ സൂറത്തുകളിലൊക്കെ ഈ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയെ സംബന്ധിച്ച്, ഈ ഭൂമിയുടെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുന്നില്ലേ? ഇത് സൃഷ്ടിക്കുന്നതിനേക്കാളും അള്ളാഹുവിന് എത്ര ഈസിയാണ് മനുഷ്യർ എന്ത് ചെയ്യുന്നത്, പുനർജീവിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. വൽ അർള മദദ്നാഹ, ഭൂമി അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, വിശാലമാക്കിയിട്ടുണ്ട്. വൽഖൈന ഫീഹ റവാസിയ, ഭൂമിയിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, പർവ്വതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വഅംബത്നാ ഫീഹ മിൻ കുല്ലി സൗജിൻ ബഹീജ്, അപ്പോ അള്ളാഹു റവാസികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭൂമി ഇങ്ങനെ ഭൂമിക്ക് ചാഞ്ചാട്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തുന്ന മലകളെ, പർവ്വതങ്ങളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് വൽ ജിബാല ഔതാദ എന്നുള്ളത് മറ്റു സൂറത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. വൽ ജിബാല അർസാഹ. ഇവിടെ ഇപ്പോ പിന്നെ ഈ റവാസി എന്ന് പറയുന്നത്, ഇപ്പോ പിന്നെ നമ്മുടെ കപ്പലുകളൊക്കെ എന്ത് ചെയ്യുന്നത്, പിന്നെ ബന്ധിക്കുന്ന സംഗതികൾ ഉണ്ടല്ലേ, അതിനൊക്കെ എന്ന് പറയുന്ന പേരുകളാണ് എന്തുള്ളത്, പിന്നെ ഈ റവാസി എന്ന് പറയുന്നത്. ഇതൊക്കെ പിടിച്ചു നിർത്തുന്ന സംഗതിയാണ് ഈ മലകൾ എന്ന് പറയുന്നത്. ഭൂമിയെ അതിന് ചാഞ്ചാട്ടം വരാതെ പിടിച്ചു നിർത്തുന്ന സംഗതിയാണ് മല എന്ന് പറയുന്നത്. വജഅൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിഹിം എന്നുള്ളത് മറ്റൊരു ആയത്തിൽ പറഞ്ഞു. വഅംബത്നാ ഫീഹ മിൻ കുല്ലി സൗജിൻ ബഹീജ്, അല്ലാഹു എല്ലാ ഭംഗിയുള്ള എല്ലാ ഇണകളെയും ഈ ഭൂമിയിൽ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, മുളപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവിധ ചെടികളെയും മരങ്ങളെയും വൃക്ഷങ്ങളെയും അള്ളാഹു മുളപ്പിച്ചു കൊണ്ടുവന്നു. അതിലൊക്കെ നമുക്ക് എന്തുണ്ട്, അത്ഭുതങ്ങളുണ്ട് എന്നുള്ളതാണ്. തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. അപ്പൊ അതിലൊക്കെ എന്തുണ്ട്, ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലികുല്ലി അബ്ദിൻ മുനീബ്, അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുള്ള ഹൃദയങ്ങളുള്ള ആളുകൾക്ക്, ഹൃദയങ്ങളെ അള്ളാഹുവിന് കീഴൊതുക്കിയിട്ടുള്ള ആളുകൾക്ക് ഈ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, ആകാശങ്ങളില്, ഭൂമിയില്, അതുപോലെ തന്നെ വൃക്ഷങ്ങളിലെല്ലാം എന്തുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വഹബ്ബൽ ഹസീദ്, നമ്മൾ ശേഖരിച്ചു വെക്കുന്ന വിത്തുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു അല്ലേ. അങ്ങനെയുള്ള ആ വിത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള കൃഷികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുളപ്പിച്ചു തന്നു എന്നുള്ളതാണ്. വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തൽഉൻ നദീദ്, അതുപോലെ തന്നെ വലിയ നീളമുള്ള ഈന്തപ്പനകളെ അള്ളാഹു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. റിസ്ഖൻ ലിൽ ഇബാദ്, മനുഷ്യരായ നമുക്ക് റിസ്ഖിനായിട്ടാണ് ഇതൊക്കെ അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ആകാശത്തെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അതും നമുക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. ഈ ആകാശ ഭൂമികൾക്കിടയിലുള്ളതിനൊക്കെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അതെല്ലാം മനുഷ്യരായ നമുക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റിസ്ഖൻ ലിൽ ഇബാദ്. അതുപോലെ വേറെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ സംഗതികളെയും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വേറെ ഒന്നിലേക്ക് നോക്കേണ്ടതില്ല, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് അള്ളാഹു ഒരുക്കി തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്. അല്ലേ, ആകാശത്ത് നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ ധാന്യങ്ങൾ അള്ളാഹു മുളപ്പിച്ച് തോട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നു. വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തൽഉൻ നദീദ്, നല്ല കുലകളുള്ള വലിയ ഈന്തപ്പനകളെയും അള്ളാഹു നമുക്ക് മുളപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. റിസ്ഖൻ ലിൽ ഇബാദ് വഅഹ്യയ്നാ ബിഹി ബൽദതൻ മൈതൻ കദാലിക അൽ ഖുറൂജ്.
അതുപോലെ തന്നെ ചത്തുകിടക്കുന്ന ഭൂമികൾ അള്ളാഹു എന്ത് ചെയ്യാണ്, മഴ വർഷിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, അതിനെ ഇങ്ങനെ അതിനെ എന്ത് ചെയ്യാണ്, ജീവിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നത്. മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് എന്തുണ്ടാകും, ഒരു മഴ ഉണ്ടാകും എന്നല്ല എന്തുണ്ട് ഹദീസുകൾ വന്നതാണ്. ആ മഴകൾ ഖബറുകളിലൊക്കെ എന്ത് ചെയ്യും, എത്തിച്ചേരും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈയാം പാറ്റകളെ പോലെ എന്ത് ചെയ്യുന്നത്, മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂടുന്നത് എന്നുള്ളതാണ് ഹദീസിൽ വന്നത്. അപ്പോൾ എങ്ങനെയാണോ മഴ വർഷിച്ചിട്ട് സസ്യങ്ങളും വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത്, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വിത്തുകളിൽ നിന്ന്, നമ്മുടെ നട്ടെല്ലിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള നമ്മുടെ വിത്തുകളിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യുന്നത്, വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ആയത്തുകളിലുള്ള ഫവായിദുകൾ എന്താണ്? ഒന്നാമതായിട്ട് പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഈ ഒരു കാര്യം, പ്രപഞ്ച ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത്, അത് ഈ ഒരു ബഅസിനുള്ള ഏറ്റവും വലിയ തെളിവാണെന്നുള്ളത്. ഖുർആനില് ഈ ബഅസിന്റെ തെളിവുകൾ പറഞ്ഞിട്ടുള്ളത് 7 രീതിയിലാണെന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അത് ഒന്നാമതായിട്ട് ബഅസ് ഉണ്ട് എന്നുള്ളത് നസ്സായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതെന്താണ്? ആയാത്തുൻ സരീഹ ഫീ ഇസ്ബാതി ദാലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ثم إنكم يوم القيامة تبعثون والموتى يبعثهم الله. ഇങ്ങനെയുള്ള ധാരാളം ആയത്തുകൾ വന്നിട്ടുണ്ട് ബഅസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, നസ്സായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട്. രണ്ടാമതായിട്ട് മനുഷ്യന്റെ ആദ്യത്തെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടുള്ള കാര്യമാണ്. ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി الصلب والترائب ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. അല്ലാഹു നമ്മെ ഒന്നാമതായിട്ട് സൃഷ്ടിച്ചത് എന്താണ്? ബീജത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ? ആ സൃഷ്ടിച്ചത് വളരെ നിസ്സാരമായ കാര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചുണ്ടായിക്കൊണ്ടുവന്നതാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാദിറാണത് ഈ നമ്മൾ ഈ ഒരു ശരീരത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൂറത്തുകളിൽ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇങ്ങനെ ചത്തു കിടക്കുന്ന ഭൂമിയെ മഴ വർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹ് എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, അങ്ങനെ നാം ഖബറുകളിൽ നിന്നുള്ള ആളുകളെ അള്ളാഹുവിന്റെയും ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു മഴ തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. നാലാമതായിട്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ ബാഹുല്യത്തെ സംബന്ധിച്ച് അതിന്റെ അത്ഭുതത്തിലേക്ക് നോക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മെ സൃഷ്ടിക്കുന്നത് വളരെ നിസ്സാരമാണ്. ആ നമ്മെ എന്ത് ചെയ്യുന്നത്, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അതിലേറെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം എന്നുള്ളത്, ഉയർത്തെഴുന്നേൽപ്പില്ലാതിരിക്കുക എന്നുള്ളത്, അള്ളാഹു ഇത്രയും ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് നമ്മെ ഇത്രയും സൃഷ്ടിച്ചു, നമുക്കെല്ലാം ഒരുക്കി തന്നു, എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ അതെന്താണ്? അള്ളാഹുവിന്റെ പ്രവൃത്തിയൊക്കെ ഒരു അബസായി തീരും എന്നുള്ളതാണ് അല്ലെ? അതൊക്കെ വൃഥ ആയിത്തീരും, അതിനൊന്നും ഒരു അർത്ഥമില്ലാതായി തീരും. മറിച്ച് അള്ളാഹുവിന്റെ പ്രവർത്തികൾക്കെല്ലാം അതിന്റെ പുറകിൽ എന്തുണ്ട്? ഹിക്മത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഹിക്മത്തുൻ ബാലിഗ. അപ്പോ നമ്മെ സൃഷ്ടിച്ചതിന്റെ പുറകിലുള്ള അതിന്റെ പുറകിലും എന്തുണ്ട്? അള്ളാഹുവിന് ലക്ഷ്യങ്ങളുണ്ട്. അല്ലാതെ നമ്മെ വൃഥ സൃഷ്ടിച്ചത് അല്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അള്ളാഹു നിങ്ങളെ വെറുതെ കളിയായി സൃഷ്ടിച്ചതാണ് നിങ്ങൾ ധരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ചോദിക്കുന്നുണ്ട്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടങ്ങുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫതആലല്ലാഹ് അൽ മലിക്കുൽ ഹഖ്. അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും അള്ളാഹു അത്യുന്നതനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മറ്റൊരു ആയത്തിൽ പറഞ്ഞു, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദ. മനുഷ്യൻ വെറുതെ വിട്ടേക്കപ്പെടും, കൽപ്പന നൽകാതെ, വിലക്ക് നൽകാതെ, ഉയർത്തെഴുന്നേൽപ്പിക്കാതെ, ചോദ്യം ചെയ്യപ്പെടാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാം. അപ്പൊ അള്ളാഹു ഇങ്ങനെയൊക്കെ നമ്മെ സൃഷ്ടിച്ചതും ആകാശഭൂമികൾ സൃഷ്ടിച്ചതിനൊക്കെ പുറകിൽ ലക്ഷ്യമുണ്ട്. അപ്പൊ അബസ്
ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്ന കാര്യമല്ല. അത് എന്തിന്റെ തെളിവാണ്? ഉയർത്തെഴുന്നേൽപ്പിന്റെ തെളിവ് തന്നെയാണ്. ആറാമതായിട്ട് ദുൽമിൽ നിന്നുള്ള, അള്ളാഹുവിന് ദുൽമ് ചേരുകയില്ല അല്ലെ. ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ എന്താണ്? അതൊരു ദുൽമ് തന്നെയാണ്. കാരണം ഈ ഭൂമിയിൽ എന്തില്ല? എല്ലാത്തിനുമുള്ള അതിന്റെ പരിപൂർണമായിട്ടുള്ള പ്രതിഫലങ്ങൾ തിന്മ ചെയ്ത ആളുകൾ, ദുൽമ് ചെയ്ത ആളുകൾക്കൊന്നും അതിന്റെ പരിപൂർണമായിട്ടുള്ള ശിക്ഷകൾ ലഭിക്കുന്നില്ല. നന്മ ചെയ്ത ആളുകൾക്കും പരിപൂർണമായിട്ടുള്ള ഒന്നും ലഭിക്കുന്നില്ല അല്ലെ. ഭൂമിയിൽ നമുക്കൊന്നും കാണാൻ സാധിക്കും, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അപ്പൊ അതൊക്കെ ഇത് യഥാർത്ഥത്തിലുള്ള ദുൽമ് അള്ളാഹുവിൽ നിന്ന് ഇല്ലാതായി തീരണമെങ്കിൽ എന്ത് നിർബന്ധമാണ്? ഉയർത്തെഴുന്നേൽപ്പും അവിടെ ഹിസാബും ശിക്ഷയും ഒക്കെ ഉണ്ടായിത്തീരില്ല, എന്താണ്? നിർബന്ധമാണ്. ഏഴാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള തെളിവുകളാണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിൽപ്പെട്ടതാണെന്ത്? ആയിരത്തിനായിട്ടുള്ള ആളുകൾ മരണത്തെ ഭയന്നുകൊണ്ട് നാട്ടിൽ നിന്ന് പോയ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരോട് പറഞ്ഞു, എന്താ പറയാ, മൂച്ചു, നിങ്ങൾ മരിച്ചു പോവുക എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 4 പക്ഷികളെ എന്ത് ചെയ്യുന്നത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം, അവർ 300 ചില്ലാണ് വർഷങ്ങൾക്ക് ശേഷം അവരെന്ത് ചെയ്യാണ്? അവരുടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം തന്നെ എന്താണ്? ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് എന്നുള്ളത് അതിന് പിന്നോടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇനി ഈ ബഅസിനെ നിഷേധിച്ച ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد. ഇവിടെ അവർക്ക് മുമ്പ് മുർസലീങ്ങളെ കളവാക്കിയിട്ടുണ്ട്. ആരൊക്കെ? ഖൗമു നൂഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം. അസ്ഹാബുർ റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റസ്സ എന്ന് പറഞ്ഞാൽ അടുക്കി വെച്ചു എന്നാണ് അർത്ഥം. റസ്സ എന്ന് പറഞ്ഞാൽ അടുക്കി വെച്ചു. ഇപ്പോ എന്താ പറയാ, ഇഷ്ടികകളൊക്കെ അടുക്കി വെക്കുന്നതിനാണ് റസ് എന്ന് പറയുന്നത്. അങ്ങനെ അടുക്കി വെക്കുന്ന കാര്യത്തിനൊക്കെ റസ് എന്ന് പറയും. ഇവിടെ ആരാണ് ഈ അസ്ഹാബു റസ് എന്നുള്ളതിൽ മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരഭിപ്രായമാണെന്ത്? അവര് അവരുടെ നബിയെ എന്ത് ചെയ്തു? അവർ ഈ തരത്തില് ഒരു കുഴി കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ അടക്കി എന്നുള്ളതാണ്. അപ്പൊ കുഴി കുഴിക്കുന്ന സമയത്ത് ഈ കിണർ പോലുള്ള സംഗതി കുഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിന്റെ ചുറ്റും എന്ത് ചെയ്യും? ഇഷ്ടിക പോലെ എന്ത് ചെയ്യും? അടുക്കുന്ന സംഭവം ഉണ്ടല്ലേ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ അവർ നബി അടുക്കി എന്നുള്ളതാണ്. മറ്റൊരു അഭിപ്രായം അസ്ഹാബുൽ ഉഖ്ദൂദിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബുറൂജിൽ പരാമർശിച്ചിട്ടുണ്ട് അല്ലെ. അവരാണ് ഈ അസ്ഹാബുർ റസ് എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം. അതാണ് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അസ്ഹാബുൽ ഉഖ്ദൂദ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ എന്ത് ചെയ്തു? തീ കത്തിച്ചിട്ട് എന്ത് ചെയ്യാണ്? അതിലേക്ക് വിശ്വസിച്ച ആളുകൾ എന്ത് ചെയ്യാണ്? എറിഞ്ഞിട്ടുള്ള രാജാവിന്റെ ആളുകളുമാണ്. പിന്നെ സമൂദ് ആരാണ്? സമൂദ് ഗോത്രം എന്ന് പറയുന്നത് സാലിഹ് നബിയുടെ ഗോത്രമാണ് അല്ലെ. അവരെന്നെ നബി, സമൂദ് ഗോത്രം സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ അവിശ്വസിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവരിൽ വന്നിറങ്ങി അല്ലെ. അതുപോലെ തന്നെ ആദ് സമൂഹം, അവരാരാണ്? ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവരുടെ സമൂഹമായിരുന്നു എന്നുള്ളതാണ്. അള്ളാഹു അവരെ ശിക്ഷിച്ചത് എങ്ങനെയാണ്? കാറ്റിനെ അയച്ചിട്ടാണ് ശിക്ഷിച്ചത് എന്നുള്ളതാണ്. ആ കാറ്റ് എന്തിനൊക്കെ തട്ടിയിട്ടുണ്ടോ അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കടപുഴകി വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഫിർഔനും
ഫിർഔനിന്റെ ആളുകളും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ വഇഖ്വാനു ലൂത്ത്, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂട്ടരും അവരെല്ലാം അവരുടെ നബിമാരെ മുർസലീങ്ങൾ എന്ത് ചെയ്തു? അവശേഷിച്ചു. വഅസ്ഹാബുൽ ഐക, അസ്ഹാബുൽ ഐക്കത്ത് ആരാണ്? ഖൗമു ശുഐബ്, ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹമാണെന്നുള്ളതാണ്. ഐക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടതൂർന്ന വൃക്ഷങ്ങൾക്കാണ് ഐക്കത്ത് എന്ന് പറയാം. കാരണം ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം പാർത്തിട്ടുണ്ടായിരുന്ന നാട്ടിൽ അതിന്റെ ചുറ്റും ഒരുപാട് തോട്ടങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഇടതൂർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. വഖൗമു തുബ്ബ, തുബ്ബന്റെ ആൾക്കാർ. തുബ്ബ ആരാണ്? തുബ്ബ എന്ന് പറയുന്നത് യമനിൽ ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു. ആ രാജാവ് ഇസ്ലാം സ്വീകരിച്ച് സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തിൽ അവിശ്വസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേരാണ് തുബ്ബ അൽ യമാനി. ആ തുബ്ബ അൽ യമാനിയെ സംബന്ധിച്ച് ധാരാളമായിട്ട് ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുല്ലും കസ്സബ റസുൽ, ഇവരെല്ലാവരും മുർസലീങ്ങൾ ഒന്നടങ്കം എന്ത് ചെയ്തു? അവിശ്വസിച്ചു, കളവാക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഓരോരുത്തരും ഓരോ സമൂഹവും അവരുടെ റസൂലിനെ കളവാക്കിയിട്ടുള്ളൂ. പക്ഷേ ഒരു റസൂലിനെ കളവാക്കി കഴിഞ്ഞാൽ മറ്റെല്ലാ റസൂലിനെയും കളവാക്കിയതിന് എന്താണ്? തുല്യമാണ് എന്നുള്ളതാണ്. സഹഖ വഈദ്, അങ്ങനെ അവരിൽ അള്ളാഹുവിന്റെ വഈദ്, അള്ളാഹു അവർക്ക് താക്കീത് നൽകിയത് അള്ളാഹു അവരിൽ എന്ത് ചെയ്തു? സാക്ഷാത്കരിച്ചു. അവരിൽ ആ ശിക്ഷകളൊക്കെ അവതരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഫഅഈന ബിൽ ഖൽഖിൽ അവ്വൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു ചോദിക്കുകയാണ്, അഅജസന ഇബ്തിദാഉൽ ഖൽഖ് ഹത്താ ഹും ഫീ ശക്കിൻ മിനൽ ആദ. ഒന്നാമത്തെ സൃഷ്ടിപ്പ് നമുക്ക് അശക്തമായിട്ടുണ്ടോ? അതിൽ അള്ളാഹുവിന് ഒരു അശക്തി വന്നിട്ടില്ലല്ലേ? പിന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതിലേറെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അതുമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആയത്തുകളൊക്കെ വന്നിട്ടുള്ളത്. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. അത് അള്ളാഹുവിന് ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ് എന്ത്? ഈ ആദത്ത് എന്ന് പറയുന്നത്. അപ്പോ ധാരാളം സമുദായങ്ങൾ അവരുടെ മുർസലീങ്ങളെ കളവാക്കിയിട്ടുണ്ട്. മുർസലീങ്ങളെ കളവാക്കിയതാണെന്ത്? ശിക്ഷകൾ വരാനുള്ള കാരണം അല്ലേ? മാത്രമല്ല ദഅവത്തിന്റെ രീതിയിൽ, അതിന്റെ ദഅവത്തിന്റെ ഉസ്ലൂബിൽ വരുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുള്ള മാർഗമാണെന്ത്? നശിച്ചു പോയിട്ട് അള്ളാഹു ശിക്ഷ ഇറക്കിയിട്ടുള്ള സമുദായങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് താക്കീത് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ആ സമുദായങ്ങളൊക്കെ അള്ളാഹു നശിപ്പിച്ചിട്ടുള്ളത് ആ സമുദായങ്ങളുടെ തിന്മകൾ കാരണത്താലാണ്. അപ്പോ മാത്രമല്ല ഒരു റസൂലിനെ കളവാക്കിയാൽ മുഴുവൻ റസൂലിനെ കളവാക്കുന്നത് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോ മാത്രമല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള അശക്തിയുമില്ല. അള്ളാഹുവിന് അവന്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത് അത് അതിന്റെ പരിപൂർണതയിലാണ്. അള്ളാഹുവിന്റെ അറിവാകട്ടെ ഖുദ്റത്താകട്ടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അതിലെല്ലാം പൂർണ്ണനാണ് എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, അഫഅഈന ബിൽ ഖൽഖിൽ അവ്വൽ. ഒന്നാമത്തെ സൃഷ്ടിപ്പ് നമുക്ക് അശക്തമാക്കിയിട്ടുണ്ടോ? എന്നിട്ടല്ലേ അതിനെ എന്താക്കിയിട്ടുള്ളത്? വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് ഇതാകുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലേ? അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയാണ്. എന്നിട്ട് വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, വസ്വാസിനെ സംബന്ധിച്ച് പറഞ്ഞു. വസ്വാസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സ്വന്തം നഫ്സിന്റെ വസ്വാസും പിന്നെ ശൈത്താന്റെ വസ്വാസും. നമ്മുടെ നഫ്സ് തന്നെ നമുക്ക് എന്തുണ്ടാക്കും? ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കും. ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ എന്തുണ്ടാക്കും? ദുർബോധനം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ വസ്വാസ് തന്നെ അതിന്റെ മീനിങ് തന്നെ എങ്ങനെയാണെന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ അല്പാൽപമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഈ വസ്വാസ് നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്നതാണ്.
വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഇവിടെ വനഹ്നു അഖ്റബു ഇലൈഹി, നാം അവനിലേക്ക് ഏറ്റവും അടുത്തവനാണ്, അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് വനഹ്നു എന്ന് പറഞ്ഞാൽ മലക്കാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. വനഹ്നു ഐ അൽ മലായിക, മലക്കുകൾ മനുഷ്യനിലേക്ക് എന്തിനേക്കാൾ അടുത്തിട്ടുണ്ട്? അവന്റെ കണ്ടനാടിയേക്കാൾ. അള്ളാഹിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, മറിച്ച് എന്തിനെ കുറിച്ചാണ്? ഈ ഒരു ഭാഗം ഉദ്ദേശിക്കുന്നത് മലായിക്കത്തുകളെ സംബന്ധിച്ചാണെന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വനഹ്നു അഖ്റബു മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ഇവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് മലക്കുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മലക്കുകൾ നിങ്ങളിലേക്ക് ഏറ്റവും അടുത്തിട്ടുണ്ട്, വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷെ നിങ്ങൾ അത് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ മലക്കുകളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും പറയാണ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാൽ. രണ്ടാളുകൾ, രണ്ട് മലക്കുകൾ രണ്ട് ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാണ്? ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വലത്ത് ഭാഗത്തുള്ള മലക്ക് ഹസനാത്തുകൾ, നന്മകൾ രേഖപ്പെടുത്തുന്നു. ഇടത്ത് ഭാഗത്തുള്ള മലക്ക് എന്ത് ചെയ്യാണ്? സയ്യിആത്തുകൾ, തിന്മകൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഖഈദ്, പാർത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത് ഈ മലക്ക് എന്നുള്ളത്. ഈ രണ്ട് മലക്കുകൾ എന്ന് പറയുന്നത് മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു മനുഷ്യൻ എന്തൊക്കെ പറയുന്നുണ്ടോ, എന്തൊക്കെ മൊഴിയുന്നുണ്ടോ, അതെല്ലാം തന്നെ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ്. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നത് എന്താണ്? നമ്മുടെ വർത്തമാനങ്ങൾ, അതിന് നന്മയായിട്ടുള്ള വർത്തമാനങ്ങളും തിന്മയായ വർത്തമാനങ്ങളും മാത്രമല്ല രേഖപ്പെടുത്തപ്പെടുന്നത്. എന്തൊക്കെ നമ്മൾ പറയുന്നുണ്ടോ അത് മുഴുവനായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്നുള്ളതാണ് ധാരാളം മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ മിണ്ടുന്നുണ്ടോ, നമ്മൾ ആവശ്യത്തിനും ആവശ്യത്തിനല്ലാതെ എന്തൊക്കെ പറയുന്നുണ്ടോ, അപ്പൊ അത് ചിലപ്പോൾ അമലായിരിക്കൂല, നല്ല അമലായിരിക്കൂല, ചിലപ്പോൾ ചീത്ത അമലായിരിക്കൂല, എന്നാൽ പോലും ഇതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണ് ഇമാം അഹ്മദ്, അദ്ദേഹം മരണാസന്നനായിരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? വേദന കൊണ്ട് കരയാറുണ്ടായിരുന്നു എന്നുള്ളത്, കരയാറുണ്ടായിരുന്നു എന്നുള്ളത് പരാമർശിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം അത് നിർത്തി. കാരണം എന്താണ്? താഊസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈയാണ്, അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു അസർ വന്നുകൊണ്ട് ഇതൊക്കെ അള്ളാഹ് രേഖപ്പെടുത്തപ്പെടും എന്നുള്ളത് ഏത് ആയത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്? മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അത് കരച്ചിലാണെങ്കിൽ പോലും, വെറുതെ സംസാരമാണെങ്കിൽ, എന്താണെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ്. എന്നിട്ട് താഊസ് പറയുന്നത് ഹത്തൽ അനീൻ, ഇങ്ങനെയുള്ള എന്താ പറയുക, കരച്ചിൽ വരെ അള്ളാഹ് രേഖപ്പെടുത്തും എന്നുള്ളത്. ഈ ഒരു അസർ ഇമാം അഹ്മദിന് വന്നു കിട്ടുകയും ഇമാം അഹ്മദ് അതോടുകൂടി എന്ത് ചെയ്തു? ആ വേദന കൊണ്ടുള്ള ഒരു കരച്ചിൽ വരെ എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വജഅത് സക്രത്തുൽ മൗത് ബിൽ ഹഖ് ذلك ما كنت منه تحيد. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഖിയാമത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഖിയാമത്ത് രണ്ട് രീതിയിലുണ്ട് അല്ലെ. ഒന്ന് ഈ ലോകത്തിന്റെ തന്നെ ഖിയാമത്ത്, അതാണ് ഖിയാമത്ത് അൽ കുബ്ര, ഏറ്റവും വലിയ ഖിയാമത്ത് എന്ന് പറയുന്നത്. അതാണ് ഖിയാമത്ത് നാൾ അല്ലെ, നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഖിയാമത്ത് അത് വേറുണ്ട്. അതാണ് ഖിയാമത്ത് സുഗ്റ എന്ന് പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖിയാമത്തായി കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു സംഗതി ഖിയാമത്ത് സുഗ്റ എന്നുള്ളതും വളരെ എന്താ പറയാ, ഭയാനകരമായിട്ടുള്ള സംഗതിയാണ്. സലഫുകൾ, സഹാബത്തൊക്കെ അതിനെ ഓർത്തിട്ടായിരുന്നു കൂടുതൽ കരയാറുണ്ടായിരുന്നത്. കാരണം എന്താണ്? ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ, ആഖിറത്തിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആഖിറത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ആ ഖബറിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് കരയാറുണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ് നമുക്കറിയാവുന്നതാണ്. അപ്പോ വജഅത് സക്രത്തുൽ മൗത് ബിൽ ഹഖ്, അപ്പോ മരണത്തിന്റെ ഒരു സക്രത്ത്, അതിന്റെ ഒരു എന്താ പറയാ, സക്രത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയൊക്കെ മൂടുന്ന ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ. ആ ഒരു സക്രത്തുൽ മൗത്ത്
സത്യമായിട്ടും വന്നിട്ടുണ്ട്, അത് വരിക തന്നെ ചെയ്യും. അതിൽ നിന്നായിരുന്നു നീ എന്താ ഓടാറുണ്ടായിരുന്നത്, ആ മരണത്തെ പേടിച്ചായിരുന്നു ഓടാറുണ്ടായിരുന്നത്. പക്ഷെ ആ മരണത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, അതിൽ നിന്ന് ഒരു തരത്തിലുള്ള രക്ഷയുമില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? നമ്മൾ മനുഷ്യരോട് മൊത്തത്തിലാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വനുഫിഖ ഫിസ്സൂർ, കാഹളത്തില് ഊതപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഊതുന്നത്? ഇസ്രാഫീലാണ് അല്ലെ. ആ ഇസ്രാഫീൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ഊത്തിനാണ് പറയുന്നത്. രണ്ടാമത്തെ 2 ഊത്താണുള്ളത്. ഒന്നാമത്തെ ഊത്ത് എന്താണ്? ആ ഊത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. നമ്മൾ എല്ലാവരും ഒന്നാമത്തെ ഊത്തിൽ നമ്മൾ എല്ലാവരും മരിച്ചു പോകും. ബാക്കിയുള്ള ഈ ഭൂമിയിൽ ആരൊക്കെ ബാക്കിയുണ്ടോ അവരെല്ലാം മരിച്ചു പോകും. രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ വനുഫിഖ ഫിസ്സൂർ, എന്തിനുള്ള ഊത്താണ് ഈ ഊതപ്പെട്ടുള്ളത്? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനുള്ള ഊത്താണ് ഊതിയിട്ടുള്ളത്. രണ്ടാമത്തെ ഊത്ത് ദാലിക യൗമുൽ വഈദ് എന്നുള്ള അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അല്ലെ. താക്കീത് നൽകപ്പെട്ടുള്ള ആ ദിവസം, ആ ദിവസത്തിലേക്കുള്ള ഊത്താണ് അത് ഊതപ്പെട്ടിട്ടുള്ളത്. അന്ന് കാഫിരീങ്ങൾക്ക് എന്തുണ്ട്? ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തിന്മ ചെയ്ത ആളുകൾക്ക്, ഫാസിഖീങ്ങൾക്കും മുബ്തദിഅകൾക്കും ഒക്കെ താക്കീത് ചെയ്യപ്പെട്ടുള്ള ആ ഒരു ദിവസത്തേക്കുള്ള ഊത്താണ് ഊതപ്പെട്ടുള്ളത്. അപ്പോ ഇതിനെ സംബന്ധിച്ച് പിന്നെ ഇസ്രാഫീലാണ് അല്ലെ ഊതുന്നത്, കാഹളത്തിൽ ഊതുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. മഹ്ശറിലേക്ക് നമ്മെ എന്താണ് നടത്തിക്കൊണ്ടുവരും. ആരാണ് കൊണ്ടുവരിക? മലക്കാണ് കൊണ്ടുവരിക. മലക്ക് നമ്മെ മഹ്ശറിലേക്ക്, മഹ്ശറ ആ ഒരു വൻസഭയിലേക്ക് നമ്മെ എന്ത് ചെയ്യും? നടത്തിക്കൊണ്ടുവരും. ഇങ്ങനെ നമ്മള് ഈ പശുക്കളെയോ കാളകളെയൊക്കെ ഇങ്ങനെ എന്താണ് കൂട്ടിക്കൊണ്ടുവരുന്നതിനാണ് സാക്ക എന്ന് പറയാ. ഇങ്ങനെ മൂക്കയറിട്ട് ഇങ്ങനെ കൊണ്ടുവരൂലേ, അതുപോലെ നമ്മ ഓരോരുത്തരെയും മലക്കുകൾ, നമ്മെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നമ്മെ എന്ത് ചെയ്യും? നടത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ്. എന്നിട്ട് വശഹീദ്, ഇവിടെ സായിഖ് ഉണ്ട്, നമ്മെ കൊണ്ടുവരുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ വശഹീദ്, നമുക്ക് മേൽ സാക്ഷി പറയുന്ന ആളുമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ആ മലക്ക് അള്ളാന്റെ അടുക്കൽ എന്ത് ചെയ്യുന്നു? ഒന്ന് സാക്ഷി പറയും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഷഹീദ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? മലക്കിനെ സംബന്ധിച്ചാണ് എന്നുള്ളതാണ്. അതാണ് മുഫസ്സിരീങ്ങൾ ധാരാളമായിട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഒരു അവസരത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്ര പിന്നെ ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. നമ്മൾ ഓരോരുത്തരെയും മലക്കുകൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്? നടത്തിച്ചു കൊണ്ടുവരാണ്. എവിടത്തേക്ക്? മഹ്ശറിലേക്ക്. ഈ പിന്നെ കോടതികളിലേക്കും ജയിലുകളിലേക്കും ഒക്കെ എന്താണ് പിന്നെ ഭടന്മാര് അവരെ ആനയിച്ചു കൊണ്ടുവരുന്നത് പോലെ. എന്നിട്ട് അല്ലാഹു പറയാണ്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. മനുഷ്യ, നീ ഇതിൽ നിന്ന് ഈ ഒരു കാര്യത്തിൽ അശ്രദ്ധനായിരുന്നു എന്നുള്ളതാണ്. ഫകശഫ്നാ അൻക ഗിതാഅക്. ഇന്നേ ദിവസം ഈ എല്ലാ തരത്തിലുള്ള എന്താ പറയാ പിന്നെ ഗിതാഅകളും നാം എന്ത് ചെയ്യാണ്? മറകളും നാം നീക്കി തരുന്നു. ഫബസറുക അൽയൗമ ഹദീദ്. ഇന്ന് നീ എല്ലാം ഇത് നേരിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ കാണുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മുടെ നഫ്സിനോട് പറയുന്ന കാര്യങ്ങൾ അല്ലാഹു തന്നെ അറിയുന്നുണ്ട്. നഫ്സ് മന്ത്രിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ അല്ലാഹു തന്നെ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ മലക്കുകൾ 2 ഭാഗത്തും ഉണ്ടാകും. 2 വലത്തും ഇടത്തും എന്തുണ്ടാകും? മലക്കുകൾ ഉണ്ടാകും, നന്മയും തിന്മയും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം? മലക്കുകൾ രേഖപ്പെടുത്തുന്നു. നമ്മൾ എന്തൊക്കെ പറയുന്നു അതെല്ലാം രേഖപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പെട്ടെന്നുള്ള മരണത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്.
സത്യമായിട്ടും വരുന്ന സക്രത്തുൽ മൗത്ത് അല്ലെ, അതെല്ലാവരും എന്താ പറയുക, ചിന്തിച്ചിരിക്കാതെ കാത്തിരിക്കാതെയാണ് അത് വരിക. അതിന് നമ്മൾ എല്ലാവരും ഒരുങ്ങുകയാണ് വേണ്ടത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ഉണർത്തലാണ് ഈ ഒരു ആയത്തിലുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅ ദിവസങ്ങളിലും ഈദ് നിസ്കാരങ്ങളൊക്കെ ഈ സൂറത്തുകൾ ഓതുന്നത്. അതുപോലെ തന്നെ ഊത്ത്, കാഹളത്തിൽ ഊതുക എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഊത്ത് എന്നുള്ളത് അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. 2 ഊത്തുണ്ട് എന്നുള്ളത് പ്രധാനമായിട്ട്, 3 ഊത്തുണ്ട് എന്നുള്ള അഭിപ്രായപ്പെട്ടവരുമുണ്ട്. അത് ഖുർആനിലും സുന്നത്തിലും ഒക്കെ വന്നിട്ടുള്ള കാര്യമാണ്. ഇജ്മാ ഉള്ള വിഷയമാണ് ഊത്ത്, 2 ഊത്തുണ്ട് എന്നുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഖബറുകളിൽ നിന്ന് എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറഞ്ഞു, വനുഫിഖ ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. അപ്പോൾ ഒന്നാമതായിട്ട് ഈ കാഹളത്തിൽ സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാവരും മരിച്ചു വീഴും. പിന്നെ രണ്ടാമത്തെ, അതാണ് എന്ത്, ഒന്നാമത്തെ ഊത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ثم نفخ فيه أخرى, പിന്നീട് ഒന്നുകൂടെ ഊതപ്പെടും. فإذا هم قيام ينظرون, അപ്പോൾ അവരും എഴുന്നേൽക്കപ്പെടും. ഖബറുകളിൽ നേരത്തെ മരിച്ചുപോയ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മരിച്ചു മറമാടപ്പെട്ടുള്ള ആളുകളെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംഅ, എന്നിട്ട് കാഹളത്തിൽ ഊതിയിട്ട് അള്ളാഹു ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോ മാത്രമല്ല, കാഹളത്തിൽ ഊതുന്നത് ഇസ്രാഫീലാണ്. ആ മലക്കിന്റെ പേര്, ആ ഊത്തിന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ടുള്ളത് ഇസ്രാഫീലാണ് എന്നുള്ളത് ഹദീസുകൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഈ ഒരു ഇസ്രാഫീൽ ഇങ്ങനെ ഊതാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഹദീസിൽ വന്നു, അൻ സഈദ് ഇബ്നു അൻ അബി സഈദ് അൽ-ഖുദ്രി قال قال رسول الله صلى الله عليه وسلم كيف أنعم وقد التقم صاحب القرن وحنى جبهته وأصغى سمعه ينتظر أن يؤمر أن ينفخ فينفخ أن يؤمر أن ينفخ فينفخ റവാഹു തിർമിദി. ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ടുള്ള ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാഹളത്തിലേക്ക് വായ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നെറ്റി അതിലേക്ക് മുട്ടിയിട്ടുണ്ട്. ചെവി കൂർപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, അള്ളാഹിന്റെ കൽപ്പന കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഊതും, അപ്പൊ ഖിയാമത്ത് നാൾ എന്ത് ചെയ്യും? സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ദുനിയാവിന്റെ ഈ തിരക്കിൽ, ഈ ദുനിയാവിന്റെ ഈ ഒരു ഓട്ടത്തിൽ നമ്മൾ ഈ ഒരു കാര്യം ചിന്തിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെയധികം ഇരുത്തി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ മരണം എന്നുള്ളത് അതാണ് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് അല്ലേ? ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്, അവിടെയുള്ള സംഭവ വികാസങ്ങളെ സംബന്ധിച്ച്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. സുബ്ഹാനല്ലാഹ്, മലക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ എന്ത് ചെയ്യും? നടത്തിക്കൊണ്ടുവരും മഹ്ശറിലേക്ക്. എന്നിട്ട് അള്ളാഹിനോട് പറയാണെന്ത്? വഖാല ഖരീനുഹു, അവന്റെ ഖരീൻ, ഓരോരുത്തരുടെയും ഖരീന് അള്ളാഹ് ഏൽപ്പിച്ചിട്ടുള്ള മലക്ക് അള്ളാഹിനോട് പറയാണ്, ഹാദാ മാ ലദയ്യ അതീദ്, ഇതാ എന്നെ നീ ഏൽപ്പിച്ചിട്ടുള്ള ഈ ഒരു വ്യക്തിയെ ഞാൻ ഇതാ കൊണ്ട് വന്നിട്ട് ഹാജരാക്കി തന്നിരിക്കുന്നു, ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മലക്ക് പറയാം. ഈ മനുഷ്യന്റെ ആ മനുഷ്യനെ ഈ ദുനിയാവിൽ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്, മാത്രമല്ല അവന്റെ അമലുകളെല്ലാം ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, ഇതാ ഞാനിത് കൊണ്ടുവന്നിട്ടിരിക്കുന്നു എന്നാണ്. എന്നിട്ട് ആ കരീന് പറയാണെന്ത്? ആ കരീനോട്, 2 മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്?
പിന്നെ സായിഖിനോടും ഷഹീദിനോടും അള്ളാഹു പറയണത് അൽഖിയാ ഫീ ജഹന്നം, ഈ മനുഷ്യനെ നിങ്ങൾ രണ്ടുപേരും നരകത്തിലേക്ക് എറിയൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. കാഫിറായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിന്റെ ഒരു ഭയാനകരമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്, അള്ളാഹുവിനെ ധാരാളമായിട്ട് കളവാക്കിയിട്ടുള്ള രണ്ട് വ്യക്തികളെ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യാം, നരകത്തിലേക്ക് ജഹന്നമിലേക്ക് എറിയുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, ഇന്നഹു കഫാറുൻ ലിനിഅമില്ലാഹി വഹുഖൂഖിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കളവാക്കിയവൻ അവനാണിത്. മാത്രമല്ല അള്ളാഹുവിനോടുള്ള കടപ്പാടുകളെല്ലാം എന്ത് ചെയ്തത്, മറന്നു കളഞ്ഞ വ്യക്തി. കഫാറും ബിദീനിഹി, അള്ളാഹിന്റെ ദീനിനെ കളവാക്കിയവൻ. വതൗഹീദിഹി വഅസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹിന്റെ തൗഹീദിനെ നിഷേധിച്ചവൻ, അള്ളാഹിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിച്ചവൻ. കഫാറും ബിറുസുലിഹി വമലായികതിഹി, മുർസലീങ്ങളെയും മലക്കുകളെയും നിഷേധിച്ച വ്യക്തികൾ. കഫാറും ബികുതുബിഹി വലിഖാഇഹി, അള്ളാഹിന്റെ ഗ്രന്ഥങ്ങളിൽ അവിശ്വസിച്ചവർ, അള്ളാഹിനെ കണ്ടുമുട്ടുന്ന ബഅസിനെ നിഷേധിച്ച ആളുകൾ. ഇങ്ങനെ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ച ആളുകളാണെന്ത് കഫാർ എന്ന് പറയുന്നത്. അവരെ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യാം, എടുത്തെറിയൂ നരകത്തിലേക്ക് എന്നാണ് പറയുന്നത്. അനീദ്, അവര് സത്യത്തിന് എന്താണ് വിസമ്മതിച്ച ആളുകൾ, അവരെ നിങ്ങൾ എടുത്തെറിയൂ എന്നുള്ളതാണ് അള്ളാഹു രണ്ട് മലക്കുകളോടും പറയുന്നത്. മാത്രമല്ല ഈ കാഫിരീങ്ങളുടെ വിശേഷണങ്ങൾ, വീണ്ടും വിശേഷണങ്ങളല്ല, അവരുടെ എന്താണ് ദുസ്വഭാവങ്ങൾ അള്ളാഹു എണ്ണി പറയാണ് ചെയ്യുന്നത്. മന്നാഇ ലിൽ ഖൈർ മുഅ്തദിൻ മുരീബ്, അല്ലേ? ഇവിടെ ഒന്നാമതായിട്ട് കഫാറാണ്, ധാരാളമായിട്ട് അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ, അള്ളാഹിന്റെ നിഅമത്തുകളെ എന്താക്കിയ കളവാക്കിയ ആളുകൾ. മാത്രമല്ല എന്ത് അനീദ്, ധിക്കാരികളായിട്ടുള്ള ആളുകൾ, സത്യത്തിന്റെ മുമ്പിൽ സത്യം വന്നു കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, തട്ടിക്കളയുന്ന ആളുകൾ. അതുപോലെ തന്നെ മന്നാഇ ലിൽ ഖൈർ, ഖൈറിനെ ധാരാളമായിട്ട് തടയുന്ന ആളുകൾ, നന്മക്ക് എന്ത് ചെയ്യുന്നത്, നന്മയെ തൊട്ട് തടയുന്ന ആളുകൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വഹാദ യഉമ്മു മൻഅഹു ലിൽ ഖൈർ അല്ലദി ഹുവ ഇഹ്സാനു ഇലാ നഫ്സിഹി മിന അത്ത്ആത്ത്, സ്വന്തം നഫ്സിന് നന്മ ചെയ്യുന്നതിൽ നിന്ന് സ്വന്തം നഫ്സിനെ തടയുന്ന ആളുകളെ കുറിച്ചാണ് ഈ ആയത്ത് അർത്ഥമാക്കുന്നുണ്ട്. അപ്പോ സ്വന്തത്തിനു വേണ്ടി നന്മ ചെയ്യാത്ത ആളുകൾ, അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യത്തിൽ അതിലൊന്നും തന്നെ എന്താണ് സ്വന്തത്തെ കൽപ്പിക്കാത്ത ആളുകൾ. അതുപോലെ തന്നെ വൽ ഖൈർ അല്ലദി ഹുവ ഇഹ്സാനു ലിന്നാസ്, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിൽ നിന്നും ജനങ്ങളെ തടയുന്ന ആളുകൾ, സ്വന്തമായിട്ട് ചെയ്യൂല, ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാ, മുടക്കുണ്ടാക്കുന്ന ആളുകൾ. അപ്പോ ഫലൈസ ഫീഹി ഖൈറു ലിനഫ്സിഹി, സ്വന്തത്തിന് അവൻ എന്തില്ല, ഒരു ഖൈറും ചെയ്യുന്നില്ല. വല ലിബനി ജിൻസിഹി, സ്വന്തം കൂട്ടർക്കും എന്ത് ചെയ്യുന്നില്ല, ഒരു ഖൈറും ചെയ്യുന്നില്ല. കമാ ഹുവ ഹാലു അക്സരിൽ ഖൽഖ്, ഇതാണ് മനുഷ്യരായ ആളുകളുടെ ബഹുഭൂരിപക്ഷ ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് മന്നാഉ ലിൽ ഖൈർ, അല്ലേ? നന്മയെ തൊട്ട് തടയുന്ന ആളുകളാണ്. മുഅ്തദിൻ, അതുപോലെ തന്നെ മുഅ്തദ് ആയിട്ടുള്ള ആളുകളാണ്. നന്മയെ തൊട്ട് തടയാന്ന് മാത്രമല്ല, ജനങ്ങളുടെ മേലെ എന്ത് ചെയ്യാണ്, ഇഅ്തിദാഇ ചെയ്യാണ്, അക്രമം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരെന്ത് ചെയ്യുന്നു, ദുൽമ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചതിയും വഞ്ചനയും ഒക്കെ പ്രവർത്തിക്കുന്നു. അവർ കൈകൾ കൊണ്ടും അതുപോലെ തന്നെ നാവ് കൊണ്ടും ഒക്കെ, വാക്കുകൊണ്ട് പ്രവർത്തികളൊക്കെ എന്ത് ചെയ്യുന്നു, ദുൽമ് ചെയ്യുന്നു. അതുപോലെ തന്നെ മുരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങേ അറ്റത്തെ ആശയക്കുഴപ്പത്തിലാണ് അവരുള്ളത്, സംശയാലുക്കളാണ് എന്നുള്ളതാണ്. മുരീബുൻ ലിമൻ നദറ ഫി അംരിഹി. മാത്രമല്ല അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതാണ്, മുരീബാണ്. അവരുടെ കാര്യങ്ങൾ പിന്നെ അള്ളാഹുവിന്റെ വിഷയത്തിലാണെങ്കിലും മറ്റേത് വിഷയങ്ങളുടെ കാര്യത്തിലും അവരെന്താണ്, സംശയാലുക്കളാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വീണ്ടും അവരുടെ മറ്റൊരു പിന്നെ ദുർഗുണവും കൂടെ പറയാണ്. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ, ഇലാഹ് എന്ന് പറഞ്ഞാൽ
മഅബൂദാണ്, മറ്റൊരു ആരാധനയും കൂടെ നിശ്ചയിച്ച ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും അള്ളാഹുവോടൊപ്പം മറ്റേതെങ്കിലും സൃഷ്ടിയെ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തി, ആരാധിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തി, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ രണ്ടുപേരും, ഇവിടെ സായിഖിനോടും ഷഹീദിനോടും അള്ളാഹു പറയാണ്, രണ്ട് മലക്കിനോട് പറയണത്, അങ്ങനെയുള്ള എല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്യുക? നരകത്തിലേക്ക് വലിച്ചെറിയുക. ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്, അങ്ങനെ വേദനാജനകമായിട്ടുള്ള ശിക്ഷയിലേക്ക് അവരെ നിങ്ങൾ രണ്ടുപേരും വലിച്ചെറിയുക. അങ്ങനെ ഖാല ഖരീനുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അപ്പോ ജിന്നുകളിൽപ്പെട്ട ഖരീന് പറയും എന്ത്? ഓരോ മനുഷ്യനെയും അള്ളാഹ് രണ്ട് ഖരീന് വെച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒന്ന് മലക്കുകളിൽപ്പെട്ടതും ഒന്ന് ജിന്നുകളിൽപ്പെട്ടതും. ജിന്നുകളിൽപ്പെട്ട ഖരീന് പറയും, റബ്ബനാ മാ അത്ഗൈതുഹു, റബ്ബേ ഞാൻ അവനെ വഴിപേപ്പിച്ചിട്ടില്ല, വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ തന്നെയാണ് പഴിച്ചു പോയിട്ടുള്ളത്, ഞാനല്ല അവനെ തെറ്റിച്ച് കളഞ്ഞിട്ടുള്ളത് എന്ന് ആര് പറയും? ശൈത്താന് അള്ളാഹിനോട് പറയും. ശൈത്താൻ ഇവനെ എന്ത് ചെയ്യും? അള്ളാഹിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആ ഘട്ടത്തില് കൈയൊഴിയും എന്നുള്ളതാണ്. ഇത് നിരവധി ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. വഖാല الشيطان لما قضي الامر ان الله وعدكم وعد الحق ووعدتكم فاخلفتكم وما كان لي عليكم من سلطان الا ان دعوتكم فاستجبتم لي فلا تلوموني ولوموا انفسكم. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരു സോങ് ഉണ്ടായിരുന്നു. അപ്പോ ശൈത്താന് അള്ളാഹിന്റെ അടുക്കൽ എല്ലാം കാര്യങ്ങളിലൊക്കെ തീരുമാനമായതിനു ശേഷം ശൈത്താൻ എന്താ പറയുന്നത്? അള്ളാഹ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സ്വർഗമുണ്ട് നരകമുണ്ട്, അതൊക്കെ സത്യമാണ്. ഓവാറ്റുക്കും, ഞാൻ നിങ്ങളോട് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, മോഹ വാഗ്ദാനങ്ങൾ, പക്ഷേ ഞാൻ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അതൊന്നും സത്യമല്ല, ഞാൻ എന്ത് ചെയ്യുന്നു? വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേലൊരു ആധിപത്യം ഒന്നും ഉണ്ടായിരുന്നില്ല, മറിച്ച് ഇല്ല അൻ ദഅഉതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിക്കേ ചെയ്തിട്ടുള്ളൂ ഈ ഒരു എന്തിലേക്ക്? വഴികേടിലേക്ക്. ഫസ്തജബ്തും ലി, നിങ്ങളെ എന്നെ എന്ത് ചെയ്യാണ്? എനിക്ക് ഉത്തരം നൽകാൻ ചെയ്തത്. ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നെ പഴിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ തന്നെ പഴിക്കുക എന്ന് പറയും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് മനുഷ്യരോടും മനുഷ്യന്റെ കൂടെയുള്ള ഖരീനിനോടും പറയാണ്. അവർ രണ്ടുപേരും അള്ളാഹിന്റെ അടുക്കൽ തർക്കിക്കും. മനുഷ്യൻ പറയും ഇവനാണ് എന്നെ വഴിപേപ്പിച്ചെന്ന് പറയും. ശൈത്താൻ എന്താ പറയുന്നത്? ഞാനല്ല വഴിപേപ്പിച്ചത്, വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, ഇവൻ തന്നെ പഴിച്ചു പോയതാണെന്ന് ശൈത്താനോട് പറയാം അള്ളാഹിന്റെ അടുത്ത്. ഞാനല്ല ഇവനെ പഴിപ്പിച്ചിട്ടുള്ളത്, എനിക്ക് ഇവന്റെ മേൽ ആധിപത്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ തഖ്തസിമൂ ലദൈ, നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് തർക്കിക്കരുത്. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, ഞാൻ മുന്നോടിയായിട്ട് മുന്നേ തന്നെ നിങ്ങൾക്കുള്ള താക്കീത് ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വമാ യുബദ്ദലു ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, ഞാൻ വിധിച്ചതിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. മാത്രമല്ല അടിമകളോട് യാതൊരു ദുൽമും ഞാൻ പ്രവർത്തിക്കുകയില്ല എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നോക്കൂ നിങ്ങൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യൗമ നഖൂലു ലിൽ ജഹന്നം ഹൽ ഇംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ്, നരകത്തോട് അന്നേ ദിവസം നാം പറയും, ചോദിക്കും, ഹൽ ഇംതലഅത്, നീ എന്ത് ചെയ്തിട്ടുണ്ടോ? നിറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോ നരകം ചോദിക്കുമെന്ത്? ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ, ഇനിയും തരൂ എന്നാണ് എന്ത് ചെയ്യുന്നത്? നരകം ആവശ്യപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലാ തസാലു ജഹന്നം യുൽഖാ ഫീഹാ വതഖൂൽ ഹൽ മിൻ മസീദ്, നരകത്തിലേക്ക് ഇങ്ങനെ എറിയപ്പെടും നരകശിക്ഷയുടെ അർഹരായ ആളുകളെ. അപ്പൊ നരകം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ യദഅ റബ്ബുൽ ഇസ്സതി ഖദമഹു ഫീഹാ ഫയൻസബി ബഅദുഹാ ഇലാ ബഅദ്, അങ്ങനെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാദത്തെ എന്ത് ചെയ്യും? നരകത്തിന്റെ മുകളിൽ വെക്കും. അങ്ങനെ ആ നരകം ചുരുങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ചിലത് നരകം പരസ്പരം ചുരുങ്ങി പോകുമെന്നാണ്. വതഖൂലു ഖത്തു ഖത്തു, എന്നിട്ട് നരകം പറയും മതി മതി എന്ന് പറയും. ഇത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹു സ്വർഗ്ഗത്തെ അടുപ്പിച്ചു കൊണ്ടുവരും. ഗൈറ ബഈദ്, അത് വിദൂരമല്ല എന്നുള്ളതാണ്. അത് സംഭവിക്കുക തന്നെയും വളരെ അടുത്ത് തന്നെ. കുല്ലും മാ ഹുവ ആതിൻ ഖരീബ്, സംഭവിക്കാനുള്ളതൊക്കെ വളരെ അടുത്ത് തന്നെ സംഭവിക്കുമെന്നുള്ളതാണ്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ലികുല്ലി അവ്വാബിൻ ഹഫീദ്, എല്ലാവിധ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഹഫീദായിട്ടുള്ള ആളുകൾക്കും അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, നല്ല രൂപത്തിൽ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച ആളുകൾ അവരാണ് ഹഫീദുകൾ. നമ്മോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെ, ഒരുപാട് നിഅമത്തുകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരവാദിത്തമായിട്ട് നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകളെല്ലാം തന്നെ അതിനൊക്കെ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, മാത്രമല്ല നമ്മോട് കൽപ്പിക്കപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ച ആളുകൾ അവരാണ് ഹഫീദ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത ആളുകൾ അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് എന്ത്, സ്വർഗം എന്ന് പറയുന്നത്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യത്തില് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അറിഞ്ഞുകൊണ്ട് ഭയപ്പെടുന്ന ആളുകൾ. വജാഅ ബിഖൽബിൻ മുനീബ്, അതുപോലെ തന്നെ വളരെ വിനയാന്വിതരായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ വിനയാന്വിതമായിട്ടുള്ള ഹൃദയവുമായിട്ട് വന്ന ആളുകൾ അവർക്കുള്ളതാണ് എന്തുള്ളത്, സ്വർഗം എന്ന് പറയുന്നത്. അവരോട് പറയപ്പെടും ഉദ്ഖുലൂഹാ ബിസലാം, നിങ്ങൾ സലാമോടുകൂടി വളരെ സമാധാനത്തോടുകൂടി ആ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ ആയത്തിനെ ഖതാദ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, സല്ലിമു മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സമാധാനപരമായിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂ. ദാലിക യൗമുൽ ഖുലൂദ്, ആ ദിവസം എന്ന് പറയുന്നത് സ്വർഗത്തിലായി കഴിഞ്ഞാൽ, നരകവാസികൾ നരകത്തിലേക്കുമായി കഴിഞ്ഞാൽ പിന്നീട് ദാലിക യൗമുൽ ഖുലൂദ്, അത് ഖുലൂദിന്റെ ദിവസമാണെന്നുള്ളതാണ്. അത് എന്താണ്, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ മരിച്ചു പോകുന്നില്ല, അവരെന്നും സ്വർഗത്തിലായിരിക്കും എന്നുള്ളതാണ്. ആ സ്വർഗത്തിൽ നിന്ന് ഒരു നിലക്കും അവര് മാറ്റപ്പെടുകയോ സ്വർഗം നഷ്ടപ്പെടുകയോ ഒന്നും തന്നെയില്ല. ലഹും മാ യശാഉന ഫീഹ, അവരെന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം സ്വർഗത്തിലുണ്ട് അല്ലെ. ഈ ഒരു സംഗതി ഒരുപാട് ആയത്തുകളിൽ വന്നിട്ടുള്ളതാണ്. ഫീഹ മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, അതുപോലെ തന്നെ ഒരു കാതും കേൾക്കാത്തതൊക്കെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലദൈന മസീദ്, നമ്മുടെ അടുക്കൽ അതിലും അധികമായിട്ടുള്ള ഒരു സംഗതിയുമുണ്ട്. അതെന്താണത്, മസീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിനെ ദർശിക്കുന്നതാണ്. സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്, അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ നഈം എന്ന് പറയുന്നത്. ഇവിടെ സ്വർഗത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ മുസ്ലിമീങ്ങളായ ആളുകൾ പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് ഷഹീദാകുന്ന സമയത്തുമൊക്കെ അവർ സ്വർഗം ആഗ്രഹിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ ഈ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ ഇവിടെ കുഫാറുകളായ ആളുകൾ കളിയാക്കുന്ന എന്താണ്, ഹൂറുൽ ഈനെ സ്വപ്നം കണ്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. അവര് യുദ്ധം ചെയ്യുന്ന ആളുകൾ യുദ്ധം ചെയ്യുന്നത്, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ഹൂറുൽ ഈനെ സ്വപ്നം കണ്ടിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്, അള്ളാഹുവിനെ ദർശിക്കുക എന്നുള്ളതാണ്. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറയുന്നത്. മറ്റെല്ലാം ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. സ്വർഗത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, സൃഷ്ടിയായ കാര്യങ്ങളാണ്. ആ സംഗതി എന്ന് പറയുന്നതിനേക്കാളും ഒക്കെ എത്രയോ വലുതാണ് എന്തുള്ളത്, അള്ളാഹുവിന്റെ മുഖം ദർശിക്കുക എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. ഓരോ അമലുകളും മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, അള്ളാഹിന്റെ മുഖം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഭക്ഷണം നൽകുന്നത് എന്നാണ് മുഅ്മിനീങ്ങൾ പറയുക. മുഖം കാണാൻ വേണ്ടിയിട്ട്, അതാണ് ഏറ്റവും വലുത്.
പിന്നെ അത് കഴിഞ്ഞിട്ടും ഉള്ളത് എന്താണ്? വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തുള്ളത്? ഹൂറുൽ-ഈൻ എന്ന് പറയുന്നത്. അതൊന്നും വലിയ ഈ ഒരു കാര്യത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങളോട് എന്തുണ്ടാവും? താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് ആണത്വത്തിന്റെ തെളിവാണ്. അപ്പോൾ എന്താണ് ഇതിനെയൊക്കെ കളിയാക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്? ഇതിനൊന്നും എന്തില്ലാത്ത പിന്നെ സാധിക്കാത്ത ആളുകൾ കളിയാക്കുക എന്ന് പറയുന്നത് ഷണ്ടന്മാരായ ആളുകൾ കളിയാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇവിടെ അള്ളാഹുവിനെ ദർശിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ വരുന്ന കാര്യമാണ്. അതാണ് ധാരാളം ആയത്തുകൾ വന്നുള്ളത്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്നേ ദിവസം ചില മുഖങ്ങൾ എന്താണ്? അങ്ങേയറ്റം എന്തായിരിക്കും? ശോഭിക്കപ്പെടും എന്നുള്ളതാണ്. ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഒരു ആയത്തുണ്ട്, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അന്നേ ദിവസം കാഫിറീങ്ങളായ ആളുകൾ അള്ളാഹുവിൽ നിന്ന് അവർക്ക് എന്തുണ്ടാകും? മറയിടപ്പെടും എന്നുള്ളതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം ശാഫിഈയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്ത്? ഖിയാമത്ത് നാളിൽ അള്ളാഹിനെ കാണപ്പെടുന്നതാണ്. അപ്പോൾ കാഫിറീങ്ങൾക്ക് മറയിടപ്പെടുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് എന്തുണ്ടാവില്ല? മറ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ അള്ളാഹുവിനെ തൊട്ട് മറയിടപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളത് ഈ ആയത്തിലും മറ്റായത്തുകളിലും വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ഇഹ്സാൻ ചെയ്ത ആളുകൾക്ക് ഹുസ്ന ഉണ്ട്, സ്വർഗ്ഗമുണ്ട്. വസിയാദ, അത് അള്ളാഹുവിനെ ദർശിക്കലാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും ബത്ശൻ ഫനഖബു ഫിൽ ബിലാദി ഹൽ മിൻ മഹീസ്. അവർക്ക് മുമ്പുള്ള എത്ര സമുദായങ്ങളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. അവരെക്കാളും പിന്നെ ബത്ശുള്ള ആളുകൾ, പിന്നെ അവരെക്കാളും പിന്നെ മേന്മ നടിച്ചിട്ടുള്ള ആളുകൾ, കിബ്രന്മാരായിട്ടുള്ള ജബ്ബാരികളായ ആളുകൾ, അവരെ നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ഫനഖബു ഫിൽ ബിലാദി ഹൽ മിൻ മഹീസ്. അപ്പോ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സമഅ വഹുവ ഷഹീദ്. ഈ ഒരു കാര്യത്തില് ഉത്ബോധനമുണ്ട്. ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയമുള്ള ആളുകൾക്ക്, ഔ അൽഖ അസ്സമഅ, അല്ലെങ്കിൽ ചെവി കൂർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക്, വഹുവ ഷഹീദ്, മനസാന്നിധ്യമുള്ള ആളുകൾക്ക് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇദാ ഹസല, ഈ കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് ഖുർആനിൽ ഇന്തിഫാ ഉണ്ടാകുക എന്നുള്ളത്. അതിൽ ഖുർആനിൽ നമുക്ക് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ തഫ്സീറുകളിൽ നിന്ന് നമുക്ക് ഉപകാരം ഉണ്ടാകണമെങ്കിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ലിമൻ കാന ലഹു ഖൽബ്, ഹൃദയമുണ്ടാകണം. ആ ഖുർആനിലെ ഉത്ബോധനങ്ങൾ ഇവിടെ മതി. ആയിക്കോട്ടെ. وهذا والله أعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.